അനി പറഞ്ഞ് ഇവർ മൂന്നുപേരും നിൽക്കേ, ചേച്ചി ഒരു കാര്യം ചെയ്യണം, ചെന്ന് സിയെ കാണണം, എന്നെ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തി വെച്ചിരിക്കുകയാണ്, എനിക്ക് ഈ പൈസയ്ക്ക് ഒരു അധികാരവും ഇല്ലെന്നുള്ള ഇതിലാണ് അവരെല്ലാവരും കൂടെ എൻ്റെ പുറത്ത് കയറിയിരിക്കുന്നത്. അനി ചേച്ചി ഒരു കാര്യം ചെയ്യണം, ഒരു കൂടെ സ്റ്റേഷനിൽ ചെന്ന് പറയണോ എന്നാൽ അവരെല്ലാരും കേട്ട് അനി അത് വേണോ, അതൊക്കെ കാല് വയ്യാതെ ഇരിക്കുകയില്ലേ, എങ്ങനെ പോയി എന്നാൽ ആട്ടയിൽ വരെ പൈസ കൊടുത്ത് ആട്ടക്കാരൻ്റെ കൊടുത്ത് എനിക്ക് പൈസയും കൊടുത്താണ് ആട്ടയിൽ എന്നെ കയറ്റി വിട്ടത്. ആ പയ്യെ ആരും അവനെ ഭീഷണിപ്പെടുത്തിയില്ല, അനിയെ ആരും ഭീഷണിപ്പെടുത്തിയില്ല, ഒന്നും ചെയ്തില്ല. ഞങ്ങളെ കാശിന് വേണ്ടിയേ മോനെ ഞങ്ങളെന്ന് ചോദിച്ചത്. എൻ്റെ മരുമോന്റെ പേരിന് അവൾ കൊണ്ടുവന്ന് കേസ് കൊടുത്തു. അതിന് ശേഷമാണ് ഞാൻ കൊണ്ടുവന്ന് അവളെ പേരിന് കേസ് കൊടുത്തത്. എൻ്റെ മരുമോനെ ഇതിൻ്റെ ഇടയിൽ പിടിച്ചിടേണ്ട ഒരു ആവശ്യമില്ല. എനിക്ക് വേണ്ടിയാണ് എൻ്റെ മരുമോൻ പൈസയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ടത്, അല്ലാതെ വേറെ ഒന്നും ഒരു തെറ്റും ചെയ്തില്ല. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചില്ല, ഒന്നും ചെയ്തില്ല. അത് അവിടെ ഉള്ള സംഘക്കാർ അവര് 8-9 പേരുണ്ടെന്ന് ഈ ബാങ്കിൽ പിരിവ് മാറി എൻ്റെ വീട്ടിൽ പൈസയ്ക്ക് വേണ്ടി പറയാൻ വേണ്ടി വിളിച്ചോണ്ട് വന്നതാണ്, അല്ലാതെ ഗിരി വേറെ ഒന്നിനുമില്ല. അതിന് വിളിച്ചോണ്ട് വന്നത് പറയാൻ ഇത്ര ദിവസത്തിനകത്ത് തരാ എന്നുള്ളത് അനിയും കൂടെയാണ് വിളിച്ചോണ്ട് വന്നത്, അല്ലാതെ അവര് ഒരു തെറ്റുകാറുമല്ല, ഒരു ഭീഷണിപ്പെടുത്തിയില്ല, ഒന്നും ചെയ്തില്ല. അങ്ങനത്തെ പയ്യനല്ല ആ പയ്യൻ. അയ്യോ, നല്ല മര്യാദയുള്ള ഒരു പയ്യനാണ്. അങ്ങനത്തെ ഒരു ഇച്ചി പോകുന്നൊരു വാക്ക് അനിയ പറഞ്ഞിട്ടില്ല. അനിയെ പറയേണ്ട ആവശ്യമില്ല. അനിച്ചേട്ടാ എന്നാണ് ആ പയ്യൻ വിളിച്ചത്, പോലീസുകാർ. അല്ല, ഇല്ലാത്തത് അത് ഇത്രയും ഉണ്ടാക്കുന്ന ലേഡിയാണ്. കുറച്ച് പൈസയെങ്കിലും എനിക്ക് കൊണ്ട് തരാൻ വേണ്ടി പറഞ്ഞതാണ് ചികിത്സയ്ക്ക്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യയിൽ കൂടുതൽ തെളിവുകൾ പുറത്ത്. പരാതി കൊടുക്കാൻ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചത് അനിൽ തന്നെയാണ് എന്ന വെളിപ്പെടുത്തലുമായി പരാതിക്കാരി വത്സല രംഗത്ത്. അങ്ങനെ ചെയ്തത് സഹപ്രവർത്തകർക്കെതിരെ അനിലിനു പരാതി ഉണ്ടായിരുന്നത് കൊണ്ടാണെന്നും കൈരളി ന്യൂസ് പുറത്തുവിട്ട ശബ്ദരേഖയിൽ വത്സല. അനിലിൻ്റെ ആത്മഹത്യ പോലീസ് സമ്മർദ്ദം മൂലമാണ് എന്ന BJP അവകാശവാദമാണ് ഇതോടെ തകർന്നു വീണത്. നമ്മുടെ ആളുകളെ ഞാൻ സഹായിച്ചു, അവർ തിരിച്ചടയ്ക്കൽ മുടക്കുന്നു എന്ന അനിലിൻ്റെ ആത്മഹത്യാക്കുറിപ്പിലെ പരാമർശം BJPക്കാരെ കുറിച്ചല്ല. വിവാദ ബാങ്കുമായി BJPക്ക് ഒരു ബന്ധവുമില്ല. അനിൽ ബാങ്കിൽ പ്രവർത്തിച്ചത് വ്യക്തിപരമായി മാത്രമാണ് എന്നൊക്കെയുള്ള BJP വാദങ്ങളും സമാന്തരമായി തകർന്നു വീണു. ബാങ്കിലെ തട്ടിപ്പ് വ്യക്തമാക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ടും ഇന്ന് പുറത്തു വന്നു. ചോദ്യം ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകയോട് നീ അവിടെ നിന്നാൽ മതി, നീ ചോദിക്കരുത്, ഞാൻ മറുപടി പറയില്ല എന്ന് സംസ്ഥാന പ്രസിഡന്റ് പോലും കയർക്കുന്ന നിലയിലാണ് അനിലിൻ്റെ മരണത്തോടുള്ള BJPയുടെ പ്രതികരണം. പക്ഷേ തെളിവുകൾ പുറത്തു വരികയാണ്. ആ പൊതുപ്രവർത്തകൻ്റെ രക്തം നീതിക്കും മാനത്തിനുമായി അലമുറയിടുകയാണ്. മരിച്ചവൻ്റെ ആ ശബ്ദം BJP നേതൃത്വത്തിന് നേരെ സാഗരഗർജനമായി ഉയരുകയാണ്. ഇന്നീ വിഷയത്തിൽ നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തുന്നത് CPIM-ന് വേണ്ടി ഡോക്ടർ JS ഷിജു ഖാൻ, നിരീക്ഷകനായ അഡ്വക്കേറ്റ് N ലാൽകുമാർ, ഒപ്പം തന്നെ രാജേന്ദ്രൻ പന്തളം, മാധ്യമപ്രവർത്തകനും നിരീക്ഷകനും. കൂടാതെ കൈരളി ന്യൂസിൻ്റെ ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ നൃപൻ ചക്രവർത്തിയും ഇന്ന് റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി, വിശദാംശങ്ങൾ നൽകുന്നതിന് വേണ്ടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു ചിന്തയുണ്ടാവും, BJPയെക്കുറിച്ചല്ലേ വാർത്ത, അവരുടെ ഒരു പ്രതിനിധി സംസാരിക്കാൻ വേണ്ടേ? ആ ചിന്ത അവർക്കു കൂടി ഉണ്ടാകണമല്ലോ. ഇതുമായി ബന്ധപ്പെട്ട, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നിന്ന് BJPയുടെ പ്രതിനിധികൾ വിട്ടുനിൽക്കുകയാണ്. കൈരളിയിൽ ഇതുവരെ നടന്ന ചർച്ചകളിൽ അങ്ങനെ ആരും പങ്കെടുത്തിട്ടില്ല. ഞാൻ ആദ്യം നൃപനിൽ നിന്ന് ഈ വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിരുവനന്തപുരം ബ്യൂറോയിൽ നിന്ന് പല റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതിലെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളെല്ലാം തന്നെ കൈകാര്യം ചെയ്ത നൃപനിൽ നിന്ന് വിശദാംശങ്ങൾ തേടുകയാണ്. നൃപൻ, വത്സലയുടെ ഓഡിയോ, ഒപ്പം തന്നെ ആ ബാങ്കിലെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ഓഡിറ്റ് റിപ്പോർട്ട്, അതോടൊപ്പം തന്നെ BJPക്കുള്ളിൽ നിന്ന് തന്നെ ഈ ആത്മഹത്യയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതായി വന്നിട്ടുള്ള FB കുറിപ്പ്, അതൊക്കെയാണ് നമ്മളുടെ മുന്നിലുള്ളത്.
ഈ 3 വാർത്തകളും ചേർത്ത് വയ്ക്കുമ്പോൾ ഇതെല്ലാം കൈകാര്യം ചെയ്തിരുന്ന തിരുവനന്തപുരം ബ്യൂറോയ്ക്ക് വേണ്ടി ഈ ചർച്ച തുടങ്ങി വെക്കുന്നതിന് വേണ്ടി നിർഭൻ എന്താണ് പറയാനാവുന്നത്? MBC ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് മുഖവരയായി MBC തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞു. അതിൽ തന്നെ നിരവധി ഡേറ്റകളുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടിച്ചേർക്കലുകളാണ്. നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ BJP നേതൃത്വം നിഷേധിച്ചിരുന്ന അവരുടെ ആരോപണങ്ങൾ മുഴുവൻ പൊളിയുന്നതാണ് നമ്മളിന്ന് പുറത്തുവിട്ട പ്രധാനപ്പെട്ട വാർത്തകൾ. അതിലൊന്നാണ് വത്സല എന്ന പരാതിക്കാരിയുടെ ഓഡിയോ സംഭാഷണം നമ്മൾ പുറത്തുവിട്ടു. ആ വത്സല പറയുന്നത് BJP പറഞ്ഞിരുന്ന ആരോപണം, BJP എന്താണ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്, BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ എന്താണ് പറഞ്ഞത്, അത് പൂർണ്ണമായി നിഷേധിക്കുന്ന, അത് വസ്തുതാപരമല്ല എന്ന ഓഡിയോ സന്ദേശമാണ് ഈ ന്യൂസ് ആൻഡ് വിസിൻ്റെ തുടക്കത്തിൽ നമ്മൾ പ്ലേ ചെയ്ത് പ്രേക്ഷകരെ കാട്ടിയത്. അതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട് MBC. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പോലീസ് സ്റ്റേഷനിൽ നിന്ന് വളരെ മാന്യമായിട്ടാണ് അനിലിനോടും ഈ പരാതിക്കാരിയോടും പെരുമാറിയത്. മാത്രമല്ല ഈ പരാതിക്കാരിയോട് പോലീസ് സ്റ്റേഷനിൽ പോയി തന്നെ പരാതി നൽകണം എന്ന കാര്യം തൻ്റെ നിസ്സഹായാവസ്ഥ അറിയിച്ചുകൊണ്ട് അവതരിപ്പിച്ചുകൊണ്ട് പറയുന്നയാൾ ഈ മരണപ്പെട്ട ആത്മഹത്യ ചെയ്ത അനിൽകുമാറാണ്. അനിൽകുമാർ തൻ്റെ ഇതുമായി ബന്ധപ്പെട്ട വായ്പ എടുത്തതുമായി ബന്ധപ്പെട്ട വായ്പാ കുടിശ്ശിക വരുന്നു. ഒപ്പം തന്നെ താൻ സ്വീകരിച്ച ഡെപ്പോസിറ്റുകൾ അവർക്ക് ഈ പറയുന്ന ഡെപ്പോസിറ്റ് ചെയ്തവർക്ക് പണം നൽകാൻ കഴിയുന്നില്ല. വളരെ രോഗബാധിതരായിട്ടുള്ള ഈ പറയുന്ന വത്സലയുടെ ഭർത്താവ് അടക്കം രോഗം ബാധിച്ച് കിടക്കുമ്പോൾ അവരെ സഹായിക്കാൻ പറ്റുന്നില്ല. പലതവണ വത്സല അനിൽകുമാറിനെ ബന്ധപ്പെടുന്നു. അവസാനം നിസ്സഹായനായി അദ്ദേഹം തന്നെ പറയുകയാണ്, ഇനി എനിക്ക് വ്യക്തിപരമായി ഇത് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല, തന്നെ പൂർണ്ണമായി ഒറ്റപ്പെടുത്തി കഴിഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ തന്നെ പോലീസിൽ പരാതി സമർപ്പിക്കുമെന്ന് പറയുന്നു. അപ്പോൾ അതിന് സന്നദ്ധമാവാനിരിക്കുമ്പോൾ ഒപ്പം തന്നെ ഇപ്പോൾ തന്നെ നഗരസഭയിലെ പ്രധാനപ്പെട്ട കൗൺസിലറായിട്ടുള്ള BJPയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ഗിരികുമാറിൻ്റെ സാന്നിധ്യത്തിലാണ്. അപ്പോൾ ഗിരികുമാർ തന്നെ അനിൽകുമാറിനോട് ചോദിക്കുന്നുണ്ട്, പോലീസ് കേസിലേക്ക് പോകണ്ടോ, അത് വിവാദമാവില്ലേ, മാധ്യമ വാർത്തയാകില്ലേ എന്ന ചോദ്യത്തിന് അനിൽകുമാർ തന്നെ തൻ്റെ നിസ്സഹായാവസ്ഥ പറയുന്നു. തനിക്ക് ഒരു തരത്തിലുള്ള പിന്തുണയും BJP ലീഡർഷിപ്പിൽ നിന്ന് ലഭിക്കുന്നില്ല, ഇനി ഈ പരാതിയുമായി പോകട്ടെ. അങ്ങനെ പരാതി വരുമ്പോൾ സൊസൈറ്റിയുടെ സെക്രട്ടറി അടക്കം വിളിച്ചു വരുത്തുമല്ലോ, അപ്പോൾ ഈ പണം നൽകാൻ അവർ നിർബന്ധിതരാകും. അങ്ങനെയാണ് ഈ വത്സലയുടെ പരാതി ലഭിക്കുന്നത്. ആ വസ്തുതകൾ മുഴുവൻ മറച്ചു വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റും നേതാക്കളും വലിയ രീതിയിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ കത്തിക്കയറുകയും ക്ഷുഭിതനായി വളരെ മോശം പരാമർശം നമ്മുടെ റിപ്പോർട്ടറായ സുലൈഖെതിരെ വരെ ഉണ്ടായത്. എന്തുകൊണ്ടാണ് ആ ഒരു ക്ഷോഭം വന്നത്? മറച്ചു വയ്ക്കാൻ BJPക്ക് ഉണ്ടായിരുന്നു. ആ മറച്ചു വെച്ച വസ്തുതകളാണ് ഇന്ന് കൈരളി ന്യൂസ് ഓരോന്നായി പുറത്തുവിട്ടത്. മറ്റൊരു രണ്ടാമത്തെ ഭാഗം MBC സൂചിപ്പിച്ച കാര്യമാണ്. ഈ സഹകരണ ബാങ്കിൻ്റെ ക്രമക്കേട് സംബന്ധിച്ച ഓഡിറ്റ് റിപ്പോർട്ട് വന്നു. ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഗുരുതരമായ കണ്ടെത്തലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ C ക്ലാസ് അംഗങ്ങൾക്ക് ചട്ടവിരുദ്ധമായി സഹകരണ നിയമം ലംഘിച്ചുകൊണ്ട് ഏകദേശം 2.5 കോടി രൂപയുടെ വായ്പ നൽകിയതിലെ കുടിശ്ശിക കിടക്കുകയാണ്. അതാണ് നമ്മൾ ഇന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്ത് BJPയുടെ ഒരു പ്രധാനപ്പെട്ട കൗൺസിലർ, അവരുടെ ഏരിയ പ്രസിഡന്റ്, BJPയുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ അടക്കം അവിടെ ഈ പറഞ്ഞ വായ്പകൾ എടുത്തിട്ടുണ്ട്. ആ വായ്പ നിർണായക ഘട്ടത്തിൽ ഈ പറഞ്ഞ FD ഫിക്സഡ് ഡെപ്പോസിറ്റുകാർക്ക് തിരിച്ചു നൽകാൻ കഴിയുന്നില്ല. അങ്ങനെ BJP ലീഡർഷിപ്പ് അനിൽകുമാറിനെ കൈവിട്ട് കളയുകയും മാനസികമായി അദ്ദേഹം പൂർണ്ണമായി തകരുകയും ഒരു തരത്തിലും BJP ലീഡർഷിപ്പിൽ നിന്ന് തനിക്ക് അഭയം ലഭിക്കില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. അതുവരെ BJP ലീഡർഷിപ്പ് അദ്ദേഹത്തെ സംരക്ഷിച്ചിട്ടില്ല. അദ്ദേഹത്തെ അവസാനം ഈ മരണത്തിന് ശേഷം BJP ഇത് പൂർണ്ണമായി രാഷ്ട്രീയമായി തിരിച്ചുവിടാനുള്ള ശ്രമമാണ് ഉണ്ടായത്. അത് തുറന്നു കാട്ടുന്ന വിശദാംശങ്ങളാണ് പുറത്തുവിട്ടത്. ഒപ്പം MBC സൂചിപ്പിച്ചതുപോലെ നഗരത്തിൽ തന്നെയുള്ള ഈ കൗൺസിലർ, നഗരത്തിൽ ഈ മരണപ്പെട്ട അനിൽകുമാറിൻ്റെ സമീപത്തിൽ തന്നെയുള്ള വലിയവിള കൗൺസിലറുടെ ഭർത്താവ് തന്നെ BJP ലീഡർഷിപ്പിനെതിരെ ഇന്ന് ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയയിൽ ഇട്ട പോസ്റ്റും BJPക്കകത്തുള്ള ആഭ്യന്തരമായ കലഹവും കൂടി ഈ വിഷയത്തിലെ പ്രതിഷേധം കൂടി സൂചിപ്പിക്കുന്നതാണ്. MBC നിർഭൻ ഇനിയും അടുത്തൊരു ഘട്ടത്തിൽ കൂടി ജോയിൻ ചെയ്യേണ്ടി വരും. നമ്മളോടൊപ്പം തന്നെ തുടരുക. ഷിജു ഖാൻ, ആദ്യമായി സംസാരിക്കേണ്ടിയിരുന്നത് BJPയോടാണ്. പക്ഷേ BJP ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഷിജു ഖാനിലേക്ക് തന്നെ വരികയാണ്. ഇതാ BJP നേതാക്കൾ ആദ്യം പറഞ്ഞിരുന്ന വാദങ്ങൾ ഓരോന്നായിട്ട് പൊളിഞ്ഞു വീണിരിക്കുന്നു. ഇന്ന് അങ്ങനെ ഒരു ദിവസമാണ്. ആ ദിവസമാണ് നമ്മൾ ചർച്ച ചെയ്യാനിരിക്കുന്നത്. നിർഭൻ പറഞ്ഞ ആ വിശദാംശങ്ങൾ താങ്കളും ശ്രദ്ധിച്ചു കാണുമല്ലോ. ഷിജു ഖാൻ, തിരുവനന്തപുരം നഗരത്തിൽ നിന്നും തന്നെയുള്ള ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഷിജു ഖാൻ എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്? ഇവിടെ കഴിഞ്ഞ ദിവസത്തെ ചില ചർച്ചകളിലും ഞങ്ങൾ മുന്നോട്ട് വെച്ചൊരു പ്രധാന കാര്യം, ശ്രീ തിരുമല അനിലിൻ്റെ മരണം അത്യധികം വേദനിപ്പിക്കുന്നതും ആ മരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇത്തരം വിഷയങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ പറയേണ്ടി വരുന്നത് ഞങ്ങളുടെ കടമയാണെങ്കിൽ പോലും
തീർച്ചയായിട്ടും കേരളം വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു വിഷയമാണെന്ന് ഞങ്ങൾ കാണുകയാണ്. ഇപ്പോൾ BJP ഈ കൈരളിയുടെ ചർച്ചയിൽ നിന്നല്ല, ഞാൻ ഇന്നലെ മാതൃഭൂമിയുടെ ചർച്ചയിൽ പങ്കെടുക്കുകയുണ്ടായി. അവിടെയും BJPയുടെ ഔദ്യോഗിക വക്താക്കളാരും ചർച്ചകളിൽ പങ്കെടുക്കുന്നില്ല. അതിനർത്ഥം BJPക്ക് പലതും മറച്ചു വയ്ക്കാനുണ്ട്. BJPയുടെ സംസ്ഥാന നേതാക്കൾ മുതൽ നേരത്തെ പരാമർശിച്ച ഏരിയ പ്രസിഡൻറ്റും കോർപ്പറേഷനിലെ കൗൺസിലർമാരും ഉൾപ്പെടെയുള്ള BJP നേതാക്കൾക്ക് പലതും മറച്ചു വയ്ക്കാനുണ്ട് എന്നതിൽ നിന്ന് വ്യക്തമാവുകയാണ്. ശ്രീ തിരുമല അനിലിന് വ്യക്തിപരമായി സംഭവിച്ച എന്തോ വീഴ്ച കൊണ്ടാണ് അദ്ദേഹം മരണത്തിലേക്ക് നിർബന്ധിതമായത് എന്നതടക്കമുള്ള പ്രചരണമാണ് BJP ഇപ്പോൾ നടത്തുന്നത്. അതോടൊപ്പം BJPയുടെ സഹകരണ സംഘമല്ല, ഇതൊക്കെ തിരുമല അനിലിൻ്റെ സ്വകാര്യമായ കാര്യമാണ് എന്ന് പറഞ്ഞു വയ്ക്കാനും പല BJP നേതാക്കന്മാരും വല്ലാതെ താല്പര്യപ്പെടുകയാണ്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് മുതൽ ഉത്തരവാദിത്തപ്പെട്ട ആരും കാര്യങ്ങൾ വ്യക്തമായി മറുപടി പറയുന്നില്ല എന്ന് മാത്രമല്ല, കൈരളി അടക്കമുള്ള മാധ്യമങ്ങളുടെ പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുകയും അവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടി പറയാൻ സാധിക്കാതെ പരുങ്ങുകയും പ്രകോപിതരാവുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. ഇവിടെ ദീർഘകാലമായി തിരുവനന്തപുരത്ത് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന, രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമുള്ളപ്പോഴും എല്ലാവരുമായും നല്ല സൗഹൃദമൊക്കെ ഉണ്ടായിരുന്ന തിരുമല അനിൽ എങ്ങനെയാണ് ഇപ്രകാരം സ്വയം ഒരു മരണത്തെ തിരഞ്ഞെടുത്തത്? അത് സൂചിപ്പിക്കുമ്പോൾ ഇന്ന് കൈരളി പുറത്തുവിട്ട ചില ശബ്ദരേഖകളും ചില വാർത്തകളും അത്യധികം പ്രാധാന്യമുള്ളതായിട്ട് ഞാൻ കാണുകയാണ്. കാരണം പല നിക്ഷേപകരും ഇത്തരം സാഹചര്യത്തിൽ തങ്ങളുടെ പണം ആവശ്യപ്പെടുകയും സ്ഥിര നിക്ഷേപം ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ അത് തിരിച്ചു കൊടുക്കാൻ ബാങ്കിന് സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ആ ബാങ്കിൽ നിന്ന് വൻ തുകകൾ വായ്പ എടുത്ത BJPയുടെ കൗൺസിലർമാരും അവരുടെ ഏരിയ പ്രസിഡന്റുമാരും അടക്കമുള്ളവർ തിരുമല അനിലിനോടും അതോടൊപ്പം ബന്ധപ്പെട്ട ആളുകളോടും നിസ്സഹകരിക്കുന്നു. അവർ നിരുത്തരവാദപരമായി പെരുമാറുന്നു. അവർക്കിതിൽ യാതൊന്നും ചെയ്യാനില്ല എന്ന് കൈമലർത്തുന്നു. BJPയുടെ സ്റ്റേറ്റ് പ്രസിഡന്റിനോട് പോലും 2 ദിവസം മുമ്പ് സമീപിച്ച് ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടും അദ്ദേഹവും യാതൊരു പ്രൊട്ടക്ഷനും കൊടുക്കാൻ തയ്യാറായില്ല. അപ്പോൾ ഇതാണ് വാസ്തവത്തിൽ തിരുമല അനിലിനെ പോലൊരാളെ മരണത്തിലേക്ക് തള്ളിയിട്ടത് എന്ന് ഇതിൽ നിന്ന് പകൽ പോലെ വ്യക്തമാണ്. രണ്ടാമത്തെ കാര്യം, ക്രമക്കേട് സംബന്ധിച്ച് ഇന്ന് കൈരളി അടക്കമുള്ള മാധ്യമങ്ങൾ ചില സംഭവങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്താ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം? ഈ സൊസൈറ്റിക്ക് പിന്നെ ഫാം ടൂറിസം സൊസൈറ്റിക്ക് നേതൃത്വം കൊടുക്കുന്നത് BJP നേതാക്കന്മാരാണ്. ഏതാണ്ട് 15 വർഷമായി ഇതിന് നേതൃത്വമായി അതിനെ നയിക്കുന്നത് ശ്രീ തിരുമല അനിലാണെങ്കിലും അതിൻ്റെ ബോർഡിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകൾ ഉൾപ്പെടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ BJPയുടെ നേതാക്കന്മാർ തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങളിന്ന് പുറത്തുവിട്ട് ചില പരാതികളെ സംബന്ധിച്ച് വന്നല്ലോ. പരാതികൾ സഹകരണ വകുപ്പിന്റെ മുന്നിലേക്ക് പോവുകയും ഇപ്പോൾ ഇവിടെ പരാമർശിച്ചത് പോലീസ് കേസാണ്. പക്ഷേ സഹകരണ വകുപ്പിന്റെ മുന്നിലേക്ക് ചില പരാതികൾ പോയി. യൂണിറ്റ് ഇൻസ്പെക്ടർ നടത്തിയിട്ടുള്ള പരിശോധനയിൽ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ ഉള്ളതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. സഹകരണ നിയമം 66 അടക്കമുള്ള പരിശോധനകൾ അതിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്നു. അങ്ങനെ അസിസ്റ്റന്റ് രജിസ്ട്രാർ, തിരുവനന്തപുരത്തെ സഹകരണ സംഘങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന അസിസ്റ്റന്റ് രജിസ്ട്രാർ നൽകിയിട്ടുള്ള റിപ്പോർട്ട്, 66 വകുപ്പ് പ്രകാരം നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ എന്തൊക്കെയാ പരാമർശിച്ചിരിക്കുന്നത്? BJP നേതാക്കന്മാർ എങ്ങനെയാണ് ബിനാമി ഇടപാടിന്റെ അടിസ്ഥാനത്തിൽ ശ്രീ തിരുമല അനിൽ നേതൃത്വം കൊടുത്ത ഈ സൊസൈറ്റിയിൽ നിന്ന് പണം അപഹരിച്ചത്? അനധികൃതമായി എങ്ങനെയാണ് പണം കൈപ്പറ്റിയത്? ലോൺ എന്ന പേരിൽ ബിനാമി ഇടപാടുകൾ എങ്ങനെയാണ് നടത്തിയത്? ഇതെല്ലാം കൃത്യമായി പുറത്തു വരുന്നു. ആ റിപ്പോർട്ട് പ്രകാരം സർക്കുലറിന്, വ്യവസ്ഥാപിതമായ നിയമങ്ങൾക്ക് വിരുദ്ധമായി നിക്ഷേപകർക്ക് പലിശ ഇനത്തിൽ 14,14,086 രൂപ നൽകി സംഘത്തിന് നഷ്ടം ഉണ്ടാക്കി. അത് തിരിച്ചുപിടിക്കണം. 18% പലിശയോടുകൂടി തിരിച്ചുപിടിക്കണം. റെക്കമെൻഡേഷനാണ്. തസ്തിക അനുവാദമില്ലാതെ കളക്ഷൻ ഏജന്റുമാരെ നിയമിച്ച് കമ്മീഷൻ നൽകിയ ഇനത്തിൽ, താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പളം നൽകിയ ഇനത്തിൽ 1,18,86,816 രൂപ ഈ സൊസൈറ്റിക്ക് നഷ്ടമുണ്ടാക്കി. ഇത് തിരിച്ചുപിടിക്കണം. ഭരണസമിതി അംഗങ്ങളിൽ നിന്നടക്കം
ഈടാക്കണമെന്ന കൃത്യമായ റെക്കമെൻഡേഷൻ അവിടെ വരികയാണ്. അതോടൊപ്പം സഹകരണ വകുപ്പിന്റെ അനുമതിയില്ലാതെ പൊതുഫണ്ട് നഷ്ടപ്പെടുത്തി 12,59,516 രൂപ സ്ഥാപനത്തിന് സാമ്പത്തിക നഷ്ടം. പിന്നെ കൈരളിയും പ്രമുഖ മാധ്യമങ്ങളും പുറത്തുവിട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ? സഹകരണ നിയമത്തിനും സംഘ നിയമാവലിക്ക് വിരുദ്ധമായി സി ക്ലാസ് അംഗങ്ങൾക്ക് വായ്പ നൽകിയത് വഴി 2,54,1,448 രൂപ കുടിശ്ശിക, അത് തിരിച്ചുപിടിക്കാൻ സാധിക്കുന്നില്ല. പിന്നെ ഇപ്രകാരമുള്ള ഗുരുതരമായ നിയമപ്രകാരമുള്ള അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം. ഷിജുഖാൻ തിരിച്ചു വരാം. ഞാനിപ്പോ രാജേന്ദ്രൻ പന്തളത്തിലേക്ക് വരികയാണ്. ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന ഇടതുപക്ഷക്കാരനല്ലാത്ത, ഇടതുപക്ഷ മൂല്യങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാത്ത, അത്തരം നിലപാടെടുക്കാത്ത ഒരാളാണ് താങ്കൾ. അതുകൊണ്ട് ഒരു മറുവശം ഇതിൻ്റെ വരാൻ വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ചർച്ച നടത്തുന്നത്, ഒരാൾ മരിച്ചു, ആ മരണം ഒരു ജീവനൊടുക്കലാണ്. ആ മനുഷ്യൻ എഴുതി വെച്ചത് നമ്മുടെ ആളുകളെ ഞാൻ സഹായിച്ചു, അവർ തിരിച്ചടയ്ക്കൽ മുടക്കുന്നു എന്ന് എഴുതി വെച്ചുകൊണ്ട് ജീവനൊടുക്കി. നമ്മുടെ ആളുകളെ എന്ന് അദ്ദേഹം പറഞ്ഞാൽ ഒരു ബാങ്കിൻ്റെ നായകനും ഒപ്പം തന്നെ തിരുവനന്തപുരം സിറ്റി ജില്ല, അങ്ങനെയാണ് അവർക്ക്, സിറ്റി ജില്ലയുടെ ജനറൽ സെക്രട്ടറി BJPയുടെ ആയ കോർപ്പറേഷൻ അംഗവുമായ ഒരാൾ പറഞ്ഞാൽ അത് BJPക്കാരെ കുറിച്ചല്ല, BJP ബന്ധുക്കളെക്കുറിച്ചോ സംഘബന്ധുക്കളെക്കുറിച്ചോ അല്ല എന്നൊരു ചർച്ച പോലും ഉയർത്തുന്ന തരത്തിൽ മരിച്ച മനുഷ്യൻ്റെ ഓർമ്മകൾ നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ ചർച്ചകൾ പോകുന്നു. ശരിയായൊരു രീതിയിലാണോ രാജേന്ദ്രൻ ഇതൊക്കെ നടക്കുന്നത്? ഇവിടെ ശരിയായ രീതിയിലല്ല എന്നുള്ളതിന് രണ്ട് പക്ഷമില്ലല്ലോ, തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ പക്ഷേ ഈ ഇതിനെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും ഭാഗികമായ സത്യങ്ങളല്ല, എല്ലാ സത്യങ്ങളും അറിയാവുന്ന ഒരേ ഒരാൾ തിരുമല അനിൽ മാത്രമാണ്. അദ്ദേഹം നമ്മളോടൊപ്പം ഇന്ന് ഇല്ല. പിന്നെ നമുക്കുള്ള തെളിവുകൾ വെച്ചുകൊണ്ടും അതുപോലെ തന്നെ ഇപ്പോൾ കണ്ടോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുകയാണ്. തീർച്ചയായിട്ടും പോലീസിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ ആ അന്വേഷണത്തിലൂടെ മാത്രമാണ് ഇതിന്റെ സത്യങ്ങൾ പുറത്തു വരാൻ സാധ്യതയുള്ളത്. ഇവിടെ ഇപ്പൊ ഷിജുഖാൻ പറയുകയുണ്ടായി ഓഡിറ്റ് റിപ്പോർട്ടിന്റെ കാര്യം. അക്കാര്യത്തിൽ വളരെയധികം അശ്രദ്ധ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് സംഘത്തിന്റെ അനുമതി ഇല്ലാതെ തന്നെ വായ്പ അനുവദിച്ചു. അത് ഗുരുതരമായിട്ടുള്ള ഒരു പിശകാണ്. അപ്പൊ ഇതെല്ലാം അനുവദിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അതൊരു സങ്കീർണമായിട്ട് പ്രശ്നം ഉരുത്തിരിഞ്ഞു വരുമ്പോൾ ന്യായമായും അദ്ദേഹം ആരിൽ നിന്നോ ഇതിന് ഒരു പ്രതിരോധം പ്രതീക്ഷിച്ചത്. ആ പ്രതിരോധം കിട്ടാത്തത് കൊണ്ടുണ്ടായ കടത്തിന്റെ നടുക്കയത്തിൽ കിടന്നുള്ള ഒരു ആത്മഹത്യ ആയിരിക്കാനേ ഇത് വഴിയുള്ളൂ. സാധാരണഗതിയിൽ പൊതുപ്രവർത്തകരെ ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ അസാധാരണമായിട്ടുള്ള ധൈര്യവും അതുപോലെ തന്നെ ആഖ്യാന പാഠവും കാണിച്ചുകൊണ്ട് ഇത് തന്റെ കുറ്റമല്ല എന്ന് പറയുന്ന പാസിംഗ് ദ ബക്ക് എന്നുള്ള രീതിയിൽ ബ്ലെയിം ഗെയിമാണ് നടത്താറുള്ളത്. ഇതൊന്നുമില്ലാതെ വാർഡ് കൗൺസിൽ ഓഫീസിൽ ചെന്ന് സ്വയം അദ്ദേഹം ഒരു ബലിദാനിയാവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ ചെയ്യേണ്ടവർ ചെയ്യേണ്ടതുപോലെ ചെയ്തിട്ടുണ്ടോ, അദ്ദേഹത്തെ ചേർത്ത് നിർത്തേണ്ടവർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള സംശയം തീർച്ചയായിട്ടും ഉദിക്കുന്നുണ്ട്. ഞാൻ അറിയുന്നത് നിയമം തെരഞ്ഞെടുപ്പിലെ പണ്ട് BJPക്ക് ജയിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്ത വിജയശില്പി കൂടിയാണ് അദ്ദേഹം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ജില്ലാ ജനറൽ സെക്രട്ടറി, BJPയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി കൂടി, താങ്കളിപ്പോൾ അത് തിരുത്തി സിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞു, ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയായിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. 2 തവണ തിരുമല വാർഡിൽ നിന്ന് ജയിച്ച ഒരാളാണ്. അപ്പോഴും ഇത്രയും വലിയൊരു കടഭാരം ഉണ്ടായപ്പോൾ അദ്ദേഹം വളരെ നിസ്സഹായനായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇന്നിപ്പോ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ ലുക്രേറ്റീവ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആയിട്ട് കണക്കാക്കുന്ന കാലത്തും അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് ഒന്നും സമ്പാദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പാവപ്പെട്ട 2 കുട്ടികളുടെ അച്ഛനായ 55കാരൻ ഇങ്ങനൊരു കടഭാരം വന്നപ്പോൾ താൻ സഹായിക്കാൻ വേണ്ടി നിയമത്തിന് അതീതമായി ഒരു പക്ഷെ ചെയ്ത കാര്യങ്ങൾ തനിക്ക് തന്നെ കുരുക്കായി തീർന്നു എന്നറിഞ്ഞപ്പോൾ ആത്മഹത്യയുടെ ഒരു കുരുക്കിൽ പെടാനിടയായി എന്നുള്ളത് നമുക്ക് സാമാന്യ യുക്തി കൊണ്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഈ ഇതിന് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഡോക്ടർ ഷിജുഖാൻ പറഞ്ഞതുപോലെ BJPയുടെ ഒരു സഹകരണ സംഘമല്ലത്, ഇദ്ദേഹം നടത്തിയിരുന്ന ഫാം ടൂർ സഹകരണ സംഘമായിരുന്നു.
എന്നുള്ളത് വ്യക്തമാണ്. പക്ഷെ പണം അല്ല, അത് കൊടുത്തവരുടെ കൂട്ടം അത് ബി ജെ പിയുടെ ഒരു വാദമായിട്ട് ഷിജുഖാൻ ഉദ്ധരിച്ചതാണ്. പക്ഷേ വർഷങ്ങളായി ഇദ്ദേഹം നടത്തുകയും വർഷങ്ങളായി തന്നെ ബി ജെ പിയുടെ അറിയപ്പെടുന്ന ഭാരവാഹികൾ നേതാക്കളൊക്കെ തന്നെ ഭാരവാഹികളായിട്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സഹകരണ സംഘമാണ് ബി ജെ പി രാഷ്ട്രീയ കക്ഷികൾക്ക് ഇത് നടത്താൻ കഴിയില്ലല്ലോ, ബാങ്കുകൾ നടത്താൻ കഴിയില്ലല്ലോ. അവർ നേതൃത്വം കൊടുത്തിരുന്ന ബി ജെ പിയുടേതുപോലെ അതാണല്ലോ നമ്മുടെ ആളുകളെ ഞാൻ സഹായിച്ചു, അവർ കടമടയ്ക്കുന്നില്ല, അതുകൊണ്ട് എനിക്ക് ജീവൻ കൊടുക്കേണ്ടി വരുന്നു എന്ന് അദ്ദേഹത്തിന് പറഞ്ഞത്. തുടരും. തീർച്ചയായിട്ടും NBC താങ്കൾ ഒരു അവതാരകൻ മാത്രമല്ല, എഴുത്തുകാരനാണ്. അതുകൊണ്ട് സംവേദനശീലങ്ങളുള്ള വ്യക്തി കൂടിയാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ മനുഷ്യത്വപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കണം. അദ്ദേഹം മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിയമങ്ങൾക്കും അതീതമായിട്ട് സഹായിച്ചു. പക്ഷെ അദ്ദേഹത്തിനെ സഹായിക്കാൻ അവസാനം വന്നപ്പോൾ ആരുമില്ലാതെ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ് രാജേന്ദ്രൻ താങ്കൾ പറഞ്ഞത്. താങ്കളിലേക്ക് വരാം. ഇനി ഞാൻ ലാൽകുമാറിലേക്ക് വരികയാണ്. ലാൽകുമാർ, ഇപ്പോൾ രാജേന്ദ്രൻ മുതിർന്ന മാധ്യമപ്രവർത്തകനാണ്. അദ്ദേഹം നിരീക്ഷകനായി ചർച്ചകളിൽ പങ്കെടുക്കുന്ന, രാഷ്ട്രീയ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരാൾ കൂടിയാണ്. അദ്ദേഹം പറഞ്ഞ നിരീക്ഷണം കേട്ടിട്ടുള്ളൂ. വഴിവിട്ടാണെങ്കിൽ പോലും തനിക്ക് വേണ്ടപ്പെട്ടവരെ, അദ്ദേഹം തന്നെ പറയുന്നു, നമ്മുടെ ആളുകളെ ഞാൻ സഹായിച്ചു. അവർ അതിനുശേഷം ആ ലോണൊന്നും തിരിച്ചടയ്ക്കുന്നില്ല, ബാങ്ക് പ്രതിസന്ധിയിലേക്ക് പോയിരിക്കുന്നു, ഞാനതിന് ഇരയാവുന്നു എന്ന് കണ്ട് ഇദ്ദേഹത്തിന് മരിക്കേണ്ടി വന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് മുമ്പിൽ ഇത് വ്യക്തമാക്കുന്ന, ഇതെങ്ങനെയാണ് ആത്മഹത്യയുടെ വഴി വന്നത് എന്ന് വ്യക്തമാക്കുന്ന ഒരു പരാമർശം ഉണ്ട്. ആ പരാമർശം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് തന്നെ അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ എഴുതിയ ഒരു കുറിപ്പിൽ നിന്നാണ്, ഒരു ചരമോപചാര കുറിപ്പിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹമായിരുന്നല്ലോ ഇവിടെ സ്ഥാനാർത്ഥി. വളരെ അടുത്ത് പ്രവർത്തിച്ചിരുന്ന അനിൽ വ്യക്തിപരമായി ഏറെ അടുപ്പം ഉണ്ടായിരുന്ന ഒരു നേതാവ് കൂടിയാണ്. ഔപചാരികമായ ആ ദുഃഖപ്രകടനത്തിന് ശേഷം എഴുതിയിരിക്കുന്ന ഭാഗമാണ്. 2 ദിവസം മുമ്പും, മരണത്തിന് 2 ദിവസം മുമ്പും അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇത്രയേറെ അടുപ്പമുള്ള, നേരത്തെ രാജേന്ദ്രൻ പറഞ്ഞതുപോലുള്ള ക്രെഡൻഷ്യൽസ് ഉള്ള ബി ജെ പി നേതാവ് ഇങ്ങനെ ഒരു ജീവൻ മരണ പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ കണ്ടാൽ പറയാവുന്നത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 11 കോടിയോളം രൂപയുടെ ബാധ്യത വന്നിരിക്കുന്നു, സഹായിക്കണം അല്ലെങ്കിൽ ഇടപെടണം എന്ന് അദ്ദേഹം പറഞ്ഞു കാണും. അദ്ദേഹത്തിന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിൽ നിന്ന് ലഭിച്ച മറുപടി, അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഹൃദയം പങ്കിടുന്ന പലരോടും അനിൽ വേദനയോട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പിന്നെ ഇപ്പോൾ നിങ്ങൾ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ നോക്കൂ, അതിനു വേണ്ടത് ചെയ്യൂ എന്ന് ആ മനുഷ്യനോട് പറഞ്ഞു വിട്ടു. ആ പറഞ്ഞു വിട്ട് അദ്ദേഹം നടന്നുപോയത് സ്വന്തം മരണത്തിലേക്കാണ്. 11 കോടി രൂപയുടെ സഹായം, അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഇടപെടൂ എന്ന് പറഞ്ഞ മനുഷ്യനോട് അത് മാറ്റിവെക്കൂ എന്ന് പറഞ്ഞ ഒരു നേതൃത്വം. ആ കാര്യമാണ് ഇങ്ങനെ കണ്ടിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോഴാണ് ഞങ്ങളുടെ റിപ്പോർട്ടറായ സുലേഖ എന്ന കൊച്ചു പെൺകുട്ടിയോട് അദ്ദേഹം തൻ്റെ പദവി വിട്ട് ചിലതൊക്കെ വിളിച്ചു പറഞ്ഞത്. ലാൽകുമാർ, ഇപ്പോൾ രാജേന്ദ്രൻ പറഞ്ഞു നിർത്തിയത് അദ്ദേഹത്തെ ആരോ കൈവിട്ടിരിക്കുന്നു എന്നാണ്. ആരാണ് കൈവിട്ടവരിൽ പ്രമുഖൻ എന്നാണ് ഈ കുറിപ്പ് വെച്ച് ഞാൻ വായിച്ചത്. ആരൊക്കെയാണ് അദ്ദേഹത്തെ കൈവിട്ടിരിക്കുന്നത്? എങ്ങനെയായിരിക്കണം അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയിലേക്കുള്ള യാത്രയുടെ കാലടികൾ മുന്നോട്ട് പോയത്? പറയൂ. അല്ല, ഇത് ഒരു ടോട്ടലി അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷനാണ് ഡെവലപ്പ് ചെയ്തതെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഇവിടെ വന്നൊരു പ്രശ്നം നോക്കൂ, ഇതൊരു കോപ്പറേറ്റീവ് സെക്ടറിൽ പെടുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ അദ്ദേഹം അതിൻ്റെ തലപ്പത്തിരിക്കുകയും ചെയ്യുന്നു. ഈ പറയുന്ന ഇതിനകത്ത് അതോറിറ്റി ആര് എന്നുള്ള ചോദ്യമാണ്, ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി ആര് എന്നുള്ളതാണ് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം. അദ്ദേഹം പ്രസിഡൻ്റ് ആണെങ്കിൽ പ്രസിഡൻറ്റിന് ആർബിട്രറി ആയിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റുമോ? പറ്റില്ല. കാര്യം, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്, അതിനൊരു ഡയറക്ടർ ബോർഡുണ്ട്, ആ ഡയറക്ടർ ബോർഡ് ചേർന്നാണ് തീരുമാനം എടുക്കുന്നത്. അതിനെ നമ്മൾ പ്ലൂറാലിറ്റി എന്ന് പറയുന്നത്, പ്ലൂറാലിറ്റി, ഡിസിഷനകത്തൊരു പ്ലൂറാലിറ്റി ഉണ്ടാകുക. കാര്യം, ചന്ദ്രേട്ടൻ അവിടെ ഇരുന്ന് കൈരളിയുടെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് തീരുമാനിക്കുന്നതിനെക്കാട്ടിലും നല്ലതായിരിക്കും ഒരു കൂട്ടം തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എഡിറ്റോറിയൽ ബോർഡ് ഉണ്ടാകുന്നത്.
എന്ന് പറയുന്ന പോലെ ഒരു ഡയറക്ടർ ബോർഡാണ് ഇതിനകത്തുള്ളത്. ആ ബോർഡാണ് തീരുമാനിക്കുക. അപ്പം പ്ലൂറാലിറ്റി ആ ഡിസിഷൻ അത് വന്നു കഴിഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി മൊത്തത്തിലാണ്, അല്ലേ? ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ ഡയറക്ടർ ബോർഡ് ആരൊക്കെ ചേർന്ന് ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ സാധാരണഗതിയിൽ നമ്മൾ എങ്ങനെയാണ് ഇതിനകത്ത് കോപ്പറേറ്റീവ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇപ്പം ഞാനൊരു കോപ്പറേറ്റീവ് പ്രോഡക്റ്റാണ് സത്യത്തിൽ. എൻ്റെ അച്ഛൻ വർഷങ്ങളായിട്ട് കോപ്പറേറ്റീവ് ബാങ്കിൽ, കവിയൂർ കോപ്പറേറ്റീവ് ബാങ്ക് സെക്രട്ടറി ആയിട്ടിരുന്ന ഒരാളാണ്. നന്നായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ഒരു എ ക്ലാസ് കോപ്പറേറ്റീവ് സെക്ടറാണ്, കോപ്പറേറ്റീവ് ബാങ്കാണ്. പല പ്രാവശ്യം അതൊക്കെ പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, നല്ല പെർഫോമൻസിനുള്ളത്, നിക്ഷേപ സമാഹരണവുമായി ബന്ധപ്പെട്ട്. ഇത് അവരെടുക്കുന്ന ഡിസിഷൻ പ്ലൂറാലിറ്റിയിൽ വരുന്ന ഡിസിഷനാണ്. സെക്രട്ടറിക്ക് ഉത്തരവാദിത്വമുണ്ട്. സെക്രട്ടറി ഒരു തെറ്റ് ചെയ്താൽ പ്രസിഡന്റിന് ഒബ്ജക്ഷൻ നോട്ട് എഴുതാം, അല്ലെങ്കിൽ ബാക്കിയുള്ള ഡയറക്ടർ ബോർഡ് മെമ്പർമാർക്ക് ഒബ്ജക്ഷൻ നോട്ട് എഴുതാം. ആ ഒബ്ജക്ഷൻ നോട്ടിനെ കവർ ചെയ്തൊരു കാര്യം വേണമെങ്കിൽ ഡയറക്ടർ ബോർഡിന് കളക്റ്റീവായിട്ട് തീരുമാനിക്കാം. ഇതൊക്കെ ഉള്ള ഒരു സ്ഥലമാണിത്. അപ്പം കൃത്യമായി ഈ പറയുന്ന തിരുമല അജിത്തിന് ഒരു പെശക് പറ്റിയിട്ടുണ്ടോ, ഒരു ഇല്ലീഗാലിറ്റിയുടെ റൂട്ടിൽ അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഐ ഹാവ് നോ ഡൗട്ട്സ് ഇൻ മൈ മൈൻഡ് ദാറ്റ് ഹി ഹാസ് ടേക്കൺ എ ടേൺ ഇല്ലീഗലി. ദർ ഇസ് നോ ഡൗട്ട്. പക്ഷേ അങ്ങനാണെങ്കിലും അതിനകത്തുനിന്ന് ബാക്കിയുള്ളവർക്ക് എങ്ങനെ ഒഴിഞ്ഞു നിൽക്കാൻ പറ്റും എന്നുള്ളത് ഒരു ചോദ്യം. എന്തിന് അദ്ദേഹം ഇത് ചെയ്തു? ഇപ്പം ചന്ദ്രേട്ടൻ പറഞ്ഞ കണക്കനുസരിച്ചാണെങ്കിൽ ഏതാണ്ട് 11-12 കോടിയാണ് ഇവിടെ പ്രശ്നമായിട്ട് വരുന്നത്. അത്രയും രൂപ എന്തായാലും അദ്ദേഹം തന്നെ എടുത്ത തീരുമാനത്തിൽ അദ്ദേഹം മിസ്അപ്രോപ്രിയേറ്റ് ചെയ്ത് അതിന് ഈക്വൽ ഫണ്ട് അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ഉണ്ടെങ്കിൽ ഈ ബുദ്ധിമുട്ട് വരുന്നില്ലല്ലോ. ഞാൻ പണം എടുത്ത് മോഷ്ടിച്ച് ഞാൻ വേറൊരു ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്നെ കുരുക്കിലാക്കുന്ന ഒരു സന്ദർഭത്തിലേക്ക് വരികയാണെങ്കിൽ എനിക്കിത് തിരിച്ചെടുക്കാമല്ലോ. പക്ഷേ അങ്ങനൊരു സന്ദർഭമല്ല സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ പറയുന്ന ലോൺ കൊടുത്തിരിക്കുന്നു, ജൂറിസ്ഡിക്ഷൻ വിട്ട് ലോൺ കൊടുത്തിരിക്കുന്നു, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കുറേ പേര് ചേർന്ന് അദ്ദേഹം ആസ് എ പൊളിറ്റിക്കൽ പേഴ്സൺ ഹി ഹാസ് ടോട്ടലി ബീൻ ഇൻഫ്ലുവൻസ്ഡ് ബൈ അതർ പീപ്പിൾ. അതാണ് അവിടുത്തെ സംഭവം. അത് അദ്ദേഹത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത് ആര് എന്നുള്ള ചോദ്യത്തിന് BJP ആണ്, BJPയുടെ ലീഡേഴ്സാണ്, BJPയുടെ മെമ്പേഴ്സാണ്. അതല്ല മറ്റാരാന്ന് പറഞ്ഞാൽ എങ്ങനെ ഒക്കുന്നേ? പോട്ട് സഹായം ചോദിച്ചു എന്ന് പറഞ്ഞ CPMൻ്റെ സംസ്ഥാന അധ്യക്ഷൻ്റെ അടുക്കലോ അല്ല സംസ്ഥാന സെക്രട്ടറിയുടെ അടുക്കലോ KPCC ഓഫീസിലോ പോയല്ലോ അദ്ദേഹം സഹായം ചോദിച്ചത്. അതെന്താ ചോദിക്കാത്തത്? രാജീവ് ചന്ദ്രശേഖറിൻ്റെ അടുക്ക് ചോദിക്കാൻ കാരണം എന്താണ്? അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ പണം ഇതിൽ നിന്ന് മിസ്അപ്രോപ്രിയേറ്റ് ചെയ്ത് ഒരു ഇല്ലീഗൽ ടേണിലേക്ക് അദ്ദേഹത്തിന് പോകാൻ ഫോഴ്സ് ചെയ്തത് BJPയുടെ ഇക്കോ സിസ്റ്റമാണെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഡൗട്ടില്ല. ഈ കേൾക്കുന്ന ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെയാണ് ഇതിനകത്തെ പ്രശ്നം. ആ പ്രശ്നത്തിനുള്ള മറുപടി രാജീവ് ചന്ദ്രശേഖറിനെ സംബന്ധിച്ചിടത്തോളം, രാജീവ് ചന്ദ്രശേഖർ ആസ് എ പൊളിറ്റിക്കൽ പേഴ്സൺ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത തെരഞ്ഞെടുപ്പാണ് പ്രശ്നം. അദ്ദേഹത്തിന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, കോർപ്പറേഷൻ പിടിക്കാന്നൊക്കെയുള്ളതാണ്. പക്ഷേ ഈ കൂട്ടത്തിലുള്ള ഉണ്ടായിരുന്ന അടിച്ചുകൊണ്ട് പോയ പൈസയും പിണങ്ങിയതും ഒക്കെ അതിന് മറുപടി അയാൾക്ക് ഈ പറയുന്ന മരിച്ചുപോയ തിരുമല അനിലിൽ പറയേണ്ടതുള്ളതുകൊണ്ട് അദ്ദേഹം സമ്മർദ്ദത്തിലായി. നോക്കൂ, ഒരു സ്ക്രൂട്ടണി വന്നാൽ ഈ പറയുന്ന അദ്ദേഹത്തിന് റെസ്പോൺസിബിലിറ്റി ഉണ്ടോ? ഉണ്ട്. ഇല്ലാതെ എങ്ങനെ പുറത്തു പോകാൻ പറ്റും? അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഇത് ഏതേലും രീതിയിൽ ലോകത്തിൻ്റെ മുന്നിൽ വരട്ടെ, അദ്ദേഹം പ്രതിപട്ടിയിൽ ഉറപ്പായിട്ടും വരും എന്നറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ആ കംപ്ലൈനന്റിനോട് പോലീസിൽ പോകാൻ പറയുന്നത്. ഉറപ്പായിട്ടും അദ്ദേഹം ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന മിസ്അപ്രോപ്രിയേഷന് അദ്ദേഹം ഈ മിസ്അപ്രോപ്രിയേഷനെ കുറിച്ച് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന മിസ്അപ്രോപ്രിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് കേസുണ്ടാകുമ്പോൾ തിരുമല അജിത്തിൻ്റെ പൊസിഷൻ എന്തായിരിക്കും? അദ്ദേഹം ഉറപ്പായിട്ടും പ്രതിപട്ടികയിലാണ്, അറസ്റ്റ് ചെയ്യപ്പെടും. എന്നാലും സാരമില്ല. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ലോകത്തോട് വേറൊരു റൂട്ടിൽ പറയാനായിട്ടാണ് അദ്ദേഹം ശ്രമിച്ചതെന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ വ്യക്തിപരമായി ഇന്ന് പെട്ടെന്ന് പ്രൈമ ഫേസി എനിക്ക് തോന്നുന്നത് ദർ ഇസ് സംതിങ് ഹാപ്പൻഡ്. ഇറ്റ് ഈസ് നോട്ട് സോൾലി ബിക്കോസ് ഓഫ് ഹിം, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് അതർ പീപ്പിൾ ആസ് വെൽ. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ ഇതിൽ നിന്ന് കൈയൊഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മണ്ടയ്ക്ക് മാത്രമായി. ഇപ്പം രാജേന്ദ്രേട്ടൻ ഉപയോഗിച്ചൊരു വാക്കുണ്ട്, പാസിംഗ് ദ ബക്ക്. അതന്നെ, ബക്ക് സ്റ്റോപ്സ് അറ്റ് ദ പ്രസിഡന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഈ കാര്യത്തിൽ. അദ്ദേഹത്തിലേക്ക് മാത്രം ഈ പറയുന്ന റെസ്പോൺസിബിലിറ്റി കൊണ്ടുവച്ച് ഒഴിവാക്കി വിട്ട ഒരു സാഹചര്യം. കാര്യം ഈ പൈസ അടിച്ചുകൊണ്ട് പോയവർക്ക് ആർക്കും റെസ്പോൺസിബിലിറ്റി ഇല്ല. ഇപ്പം കോപ്പറേറ്റീവ് സെക്ടറിനകത്ത് നടക്കുന്ന നോക്കും, നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്ന കോപ്പറേറ്റീവ് സെക്ടറിനെ പോലും അതിനെ ഡിഫീറ്റ് ചെയ്യുന്ന രീതിയിലല്ലേ കാര്യങ്ങൾ നടക്കുക. ഇതിനു വേണ്ടിയിട്ട് അമിത്ഷാ ഒരു വകുപ്പ് തന്നെ തുടങ്ങി. കോപ്പറേറ്റീവ് സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് കൺട്രോൾ ചെയ്യുന്ന ഒരു സ്ഥലത്ത് അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ടേൺ എടുത്താണ് യഥാർത്ഥത്തിൽ കോപ്പറേറ്റീവ് സെക്ടറിന് മിനിസ്ട്രി കൊണ്ടിരുന്നു. ED വരുന്നു. ഇവിടെ ED ഒന്നും വരണ്ടേ? CBI വരണ്ടേ? അന്വേഷണം വേണ്ടേ? എന്താണെന്നും വേണ്ടാത്തേ? അപ്പോൾ കറക്റ്റാണ് ഇക്കാര്യം. സെൻട്രൽ പൊളിറ്റിക്കൽ സിസ്റ്റവുമായിട്ട് ഇൻലൈനായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ. ഒരു കാര്യം കൂടി ഞാൻ പറയാം, വളരെ ഗൗരവത്തിലുള്ളതാണ്. എന്നെ ജനങ്ങൾ മോശമായി ചിത്രീകരിക്കത്തില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പറയുന്നത്.
തിരുമല അജിത്ത് ഇതിനകത്തൊരു തെറ്റ് ചെയ്തിട്ടുണ്ടോ? തെറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പൂർണ്ണമായും തെറ്റുകാരനാണ് അല്ലേ? അദ്ദേഹം തെറ്റുകാരനാണ്, അത് മറന്നു പോകരുത്. ഈ വിഷയത്തിൽ ഇല്ലീഗൽ ആക്ടിവിറ്റി നടത്തി ആ ഇല്ലീഗൽ ആക്ടിവിറ്റിക്ക് അദ്ദേഹം നിന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, അല്ലെങ്കിൽ ഇത്രയും കടം വരില്ല. ഈ കടം വരുന്നതിന് അദ്ദേഹം സഹായം ചോദിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്യല്ലോ വേണ്ടത്. നോക്കൂ, ഈ പറയുന്ന പ്രശ്നം അദ്ദേഹം പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അദ്ദേഹം BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ അപ്രോച്ച് ചെയ്ത് ഈ പറയുന്ന പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് ശ്രമം നടത്തുന്നു. അങ്ങനെ സോൾവ് ചെയ്യേണ്ട വിഷയമല്ല കോപ്പറേറ്റീവ് ബാങ്കുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സെക്ടറുമായി ബന്ധപ്പെട്ട് മിസ്അപ്രോപ്രിയേറ്റ് ചെയ്ത ഫണ്ടുമായി ബന്ധപ്പെട്ട് ലോൺ അവൈൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പകരം അദ്ദേഹം അവിടെ നേരിട്ട പ്രശ്നം വളരെ ലളിതവൽക്കരിച്ച് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ലോൺ കൊടുത്തു. അനധികൃതമായിട്ട് തന്നെ അർഹരല്ലാത്ത ആളുകൾക്ക് കൊളാറ്ററൽ സെക്യൂരിറ്റി ഒന്നും വേണ്ട പോലെ ഇല്ലായിരിക്കും, ലോൺ കൊടുത്തു. അത് തിരിച്ചു വരുന്നില്ല. പകരം ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട ആളുകൾ തിരിച്ചു ചോദിക്കുമല്ലോ ആവശ്യങ്ങൾക്ക്. അത് കൊടുക്കാൻ പോലും എന്ന് വെച്ചാൽ ബാങ്കിന്റെ നിത്യനിദാന ചെലവുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധത്തിൽ വന്നു. അദ്ദേഹം ഉദ്ദേശിച്ചത് BJPയുടെ അനുഭാവികളായിട്ടുള്ള സംഘബന്ധുക്കളായിട്ടുള്ള ആളുകളുടെ ലോൺ വളരെ പെട്ടെന്ന് തിരിച്ചടപ്പിക്കാനുള്ള എന്തെങ്കിലും സഹായമായിരിക്കാം എന്ന് നമുക്ക് ഊഹിക്കാനേ പറ്റുള്ളൂ. തുടരാം. അതാണ് ഒരു സെക്കൻഡ് ഒന്ന് കൺക്ലൂഡ് ചെയ്യട്ടോ. അങ്ങോട്ട് സ്റ്റേറ്റ്മെൻറ്റിന് അതൊരു ചെറിയ പ്രശ്നമുണ്ട്. കാര്യം ഞാൻ ഒരാളെ ഒരു കുറ്റാരോപിതനായി നിർത്തിയോണ്ടാണ് ഞാൻ പറഞ്ഞത്. നോക്കൂ, ഞാൻ പറയട്ടെ, അതിനകത്തെ പ്രശ്നം എന്നറിയോ? 50 പേർക്ക് ലോൺ കൊടുത്തു. ആ 50 പേർക്ക് ലോൺ കൊടുത്തതിന് ആ ലോണിൻ്റെ എമൗണ്ട് തിരിച്ചു വരാത്തത് കൊണ്ട് ഈ പറയുന്ന ഡെപ്പോസിറ്റേഴ്സിന് ഫണ്ട് തിരിച്ചു കൊടുക്കേണ്ടതുകൊണ്ട് എവിടുന്നേലും പൈസ വന്നാൽ പോരാ, ഇവരിൽ തന്നെ വരണം. അതാണ് ബാങ്കിങ് എന്ന് പറയുന്നത്, അതാണ് ആ സിസ്റ്റം എന്ന് പറയുന്നത്. ആ സിസ്റ്റത്തിനെ ഒരു സാബട്ടാഷ് ചെയ്തുകൊണ്ട് എനിക്ക് വീട്ടിലിരിക്കുന്ന പൈസ എടുത്തുകൊണ്ട് ഇവിടെ തിരിച്ചു വെച്ചാൽ ആ പ്രശ്നം അവസാനിക്കുന്നില്ല. കാര്യം ആ സിസ്റ്റത്തെ ഡിഫീറ്റ് ചെയ്യാണ്. പക്ഷേ ഒരു പരിധിവരെ അദ്ദേഹത്തിന് ആ പ്രശ്നത്തിൽ നിന്ന്, അദ്ദേഹം നേരിട്ട പ്രശ്നത്തിൽ നിന്ന് പ്രശ്നം പരിഹരിച്ച് അദ്ദേഹത്തിന് ചിലപ്പോൾ പുറത്തിറങ്ങാൻ പറ്റുമായിരുന്നു. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിൻ്റെ ലീഗൽ ലയബിലിറ്റി ഈ പറയുന്ന ആൾക്കാർ കൊടുത്തുപോയ സാധനത്തിനകത്തുനിന്ന് ആ പൈസ തിരിച്ചു വരാതെ അവിടെ ഒരു ഇല്ലീഗൽ ആക്ഷൻ നടന്നിട്ടുണ്ട് എങ്കിൽ അതിനകത്തൊരു ഗുരുതരമായ പ്രശ്നമുണ്ട്. ഒന്ന് ആലോചിക്കുക, ഇപ്പം 100 പേർക്ക് ലോൺ കൊടുത്തു, അവർക്ക് പകരമായിട്ട് ഇദ്ദേഹം അടക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അവിടെ ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി അല്ലേ നടക്കുന്നത്? ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ് നടക്കുന്നത്. കാര്യം അവർ കൊണ്ടുപോയി തട്ടിപ്പിച്ചുകൊണ്ട് പോയി. ആ തട്ടിപ്പിച്ചത് പരിഹരിക്കാൻ എനിക്ക് രക്ഷപ്പെടാനായി ഞാൻ പൈസ കൊണ്ടുവെക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അത് ബാങ്കിങ് സിസ്റ്റത്തിന്റെ വയലേഷൻ ആണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം. വ്യക്തമാണ്. ലാൽ, തിരിച്ചു വരാം. നിർഭൻ, ഞാൻ ഒരിക്കൽ കൂടി രണ്ടാമത്തെ ഘട്ടത്തിൽ നിർഭനോട് ചില വാർത്തകൾ ഇതിലേക്ക് കൂട്ടിച്ചേർക്കാൻ പറയാൻ വേണ്ടി വരികയാണ്. ഇതിപ്പോൾ ഇവിടെ CPIMൻ്റെ പ്രതിനിധിയാണ്, ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകരാണ് ഇക്കാര്യത്തിൽ നിരീക്ഷണങ്ങൾ ഉന്നയിക്കുന്നത്. പക്ഷേ തിരുവനന്തപുരം ജില്ലയിൽ എന്താണ് നടക്കുന്നത് എന്ന് നമുക്കൊക്കെ അറിയാം. BJPയുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് വിമർശനവും അമർഷവും വികാരവും ഒക്കെ പൊന്തി വരുന്നത്. അത് പ്രതിഫലിപ്പിച്ചുകൊണ്ട് ഇന്ന് BJP തിരുമല അനിലിനു വേണ്ടി സംഘടിപ്പിച്ച അനുസ്മരണ യോഗത്തിൽ ദുഃഖകരമാം വിധം ആളുകൾ കുറഞ്ഞുപോയി എന്നൊരു വാർത്തയാണ് ഏറ്റവും അവസാനം ഫീൽഡിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. തലസ്ഥാന നഗരത്തിലെ റിപ്പോർട്ടിംഗ് ചുമതല കൂടി നിർവഹിക്കുന്ന ആൾ എന്ന നിലയ്ക്ക്, അതിൽ പങ്കുപറ്റുന്ന ആൾ എന്ന നിലയ്ക്ക് നിർഭൻ ഈ വാർത്തയെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ? അതിൻ്റെ 2 നിശ്ചല ദൃശ്യങ്ങൾ കിട്ടിയതാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. തിരുമല അനിൽ BJPയുടെ ഏറ്റവും ജനകീയനായ ഒരു നേതാവാണ് ഇവിടെ. അദ്ദേഹം ഇതുപോലൊരു സാഹചര്യത്തിൽ മരിച്ച് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കക്ഷി ഒരു യോഗം വിളിച്ചാൽ ഇങ്ങനെയല്ല ഈ പ്രദേശം പ്രതികരിക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ ആ ചടങ്ങിൽ നിന്ന് നിന്നെങ്കിൽ അത് അദ്ദേഹത്തോടുള്ള വിമർശനമല്ല, അത് സംഘടിപ്പിച്ചവരോടുള്ള അമർഷപ്രകടനമാണ് എന്ന തരത്തിൽ നമുക്ക് പറയേണ്ടി വരും. കൂടുതൽ വിവരങ്ങൾ നിർഭൻ. MBC ചർച്ചയിൽ പങ്കെടുക്കുന്ന ചർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള നിരവധി പേരുണ്ട്, അവർക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടാകും. പക്ഷേ റിപ്പോർട്ടർ എന്ന നിലയിൽ ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുകയാണ്. അതിലാണ് MBC പറഞ്ഞ ഈ 2 ഫോട്ടോ നമ്മൾ കാണിച്ചത്. ആ ഫോട്ടോയുടെ ഗൗരവം എന്ന് പറഞ്ഞാൽ ഇതിൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന കുറച്ച് പേർക്കെങ്കിലും ഭൂരിപക്ഷം പേർക്കും തിരുമല അനിലിനെ പേഴ്സണലായിട്ട് അറിയാം. ലാൽകുമാറൊക്കെ ഒന്നിച്ച് അദ്ദേഹം നഗരസഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാ ചാനലിലും ചർച്ചയ്ക്ക് പോകുന്ന ആളാണ്. അത്യാവശ്യം അവരുടെ യോഗങ്ങളിലൊക്കെ ഭംഗിയായി പ്രസംഗിക്കുന്ന, അവരുടെ നേതാക്കൾക്ക് ഇടയിൽ തന്നെ നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു വാഗ്മി കൂടിയാണ്, പ്രാസംഗികനാണ് തിരുമല അനിൽ.
അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട BJPയുടെ ശക്തി കേന്ദ്രമായ തിരുമല ജംഗ്ഷനിൽ അദ്ദേഹത്തിന് ഒരു ഓഫീസുണ്ട്. ആ ഓഫീസിൻ്റെ മുന്നിൽ നടത്തിയ അനുസ്മരണ സമ്മേളനത്തിൻ്റെ ചിത്രമാണ് നമ്മൾ പുറത്തുവിടുന്നത്. കാരണം ആ ചിത്രത്തിൽ 50 പേർ പോലും തികച്ചില്ല. തിരുമല ജംഗ്ഷനിൽ ഒരു പഞ്ചായത്ത് ആ പ്രദേശത്ത് ഒരു എന്താണ് ഇലക്ട്രിക് പോസ്റ്റിൽ വൈദ്യുതി കത്തുന്നില്ല, ഇലക്ട്രിക് പോസ്റ്റിൽ പ്രകാശിതമാകുന്നില്ല എന്ന് പറഞ്ഞ് BJP ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയാൽ 500 പേര് കൂടുന്ന ഒരു പ്രദേശമാണ് തിരുമല ജംഗ്ഷൻ. ഇപ്പോൾ ഷിജു ഖാനൊക്കെ അറിയാം, അവിടെയൊക്കെ സാമൂഹ്യ പ്രദേശത്തെ നിയമമണ്ഡലത്തിലെയും വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട BJPക്ക് സ്വാധീനമുള്ള മേഖലയാണ്. ഈ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലും നിയമമണ്ഡലത്തിലും സംഘടനാ പ്രവർത്തനത്തിൽ സജീവമായി ഈ അനിൽകുമാറിനെ പേഴ്സണലായിട്ട് ഞാൻ മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്കറിയാം. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരനെ അറിയാം. RSSൻ്റെ വലിയ തരത്തിലുള്ള സജീവ പ്രവർത്തകനായിരുന്നു. ഈ പറഞ്ഞ ഇപ്പോൾ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞ പല ഇപ്പോൾ നഗരസഭാ കൗൺസിലിൽ അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കുന്ന പല നേതാക്കളെയും കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. സാധാരണ BJPക്കെതിരെ വാർത്തകൾ വരികയാണെങ്കിൽ, പ്രതിഷേധം വരികയാണെങ്കിൽ അതിൽ നിന്ന് കാര്യങ്ങൾ വരുന്ന വാർത്തകൾ അകത്തു നിന്ന് ലഭിക്കുക വളരെ കുറവാണ്. പക്ഷേ വളരെ നീരസത്തിലാണ്. കാരണം BJPയുടെ ആ പ്രദേശത്തെ പ്രധാനപ്പെട്ട നഗരത്തിലെ തിരുമല അനിലിനെ വ്യക്തിപരമായി അറിയാവുന്ന BJPക്കാരെല്ലാം പൂർണ്ണമായി മനോവിഷമത്തിലാണ്. അവർ ഈ പറഞ്ഞ പ്രതിഷേധ പ്രകടനത്തിൽ ഈ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കാതിരുന്നത് കൊണ്ടുപോയി കൊന്നിട്ട് ഈ പറഞ്ഞ ഏറ്റവും നിർണായക ഘട്ടത്തിൽ സഹായം അഭ്യർത്ഥിച്ച് യാചിച്ച് BJP ലീഡർഷിപ്പിൻ്റെ നേതൃത്വത്തിൽ വന്നപ്പോൾ അന്ന് അദ്ദേഹത്തെ കാലുകൊണ്ട് ചവിട്ടി പുറത്താക്കിയവർ നടത്തുന്ന അനുസ്മരണ സമ്മേളനത്തിൽ തങ്ങൾ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് BJPയുടെ പ്രവർത്തകരും നേതാക്കളും ഇന്ന് നടത്തിയ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കാതിരുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഒപ്പം തന്നെ ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ BJP നേതാക്കൾ പറഞ്ഞത് ബാങ്ക് BJPയുമായി ബന്ധമില്ല എന്നതാണ്. ഈ ബാങ്കിൻ്റെ ഡയറക്ട് ബോർഡിനെ സംബന്ധിച്ച വിശദാംശങ്ങൾ നമ്മളിന്ന് പുറത്തുവിട്ടു. അതിൽ M. ഗോപാൽ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹം BJPയുടെ തിരുവനന്തപുരത്തെ മുൻ ജില്ലാ പ്രസിഡന്റാണ്. ഗോപാൽജി എന്ന് പറഞ്ഞാൽ തലസ്ഥാനത്തെ എല്ലാ BJP ലീഡർഷിപ്പിലെ നേതാക്കൾക്കും അറിയാം. അദ്ദേഹം മുൻ ജില്ലാ പ്രസിഡൻ്റായിരുന്നു. ഇപ്പോഴും ഹിന്ദു ഐക്യവേദിയുടെ നേതാവാണ്. ഒപ്പം തന്നെ മറ്റൊരു നേതാവുണ്ട്, അദ്ദേഹം RSSൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹം ഈ ഡയറക്ട് ബോർഡിൽ അംഗമാണ്. അദ്ദേഹത്തിന് എല്ലാ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലും, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പായിരുന്നാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും RSS നിയോഗിക്കുന്ന ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്ന ഒരു നേതാവാണ്. മുമ്പ് കോൺഗ്രസുമായി ബന്ധപ്പെട്ട ചില അനുഭാവികളുടെ കയ്യിലിരുന്ന സൊസൈറ്റി വിലയ്ക്ക് വാങ്ങി ഈ പറഞ്ഞ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ സമാഹരിച്ച് ലാഭത്തിലേക്ക് കൊണ്ടുവരികയും ഒരു ബാങ്കാക്കി മാറ്റുകയും ചെയ്ത ആൾ ഗോപാൽജിയാണ്. അതിനുശേഷമാണ് തിരുമല അനിലിൽ വരുന്നത്. RSSൻ്റെയും BJPയുടെയും പൂർണ്ണമായ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ബാങ്കാണ്. ഈ തിരുമല അനിലിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് തലസ്ഥാനത്തെ നഗരത്തിലെയും ജില്ലയിലെ BJP കടുത്ത പ്രതിഷേധത്തിലും ആഭ്യന്തര കലഹത്തിലുമാണ്. അതാണ് അല്പം മുമ്പ് MBCയുടെ പങ്കുവച്ച ആ ഫോട്ടോയിൽ നിന്ന് ദൃശ്യമാകുന്നത്. അത് സംബന്ധിച്ച കൂടുതൽ ഡീറ്റെയിലാണ്, കൂടുതൽ വിശദാംശങ്ങളാണ് ഞാൻ പങ്കുവച്ചത്. MBC ഇനി ഇതിൻ്റെ ഫോളോ അപ്പ് ഒക്കെ നാളെ നമുക്ക് ജനങ്ങൾക്ക് കൊടുക്കാം. നൃപനെ ഈ ചർച്ചയ്ക്ക് വിളിച്ചതാ, ആ ദൗത്യം പൂർത്തിയായിരിക്കുന്നു. നന്ദി നൃപൻ. തീർച്ചയായും. ഞാൻ ഷിജുഖാനിലേക്ക് വരികയാണ്. BJPയിൽ, തിരുവനന്തപുരത്തെ BJPയിൽ ഇപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞ ആ മനോവിഷമം അത് പുറത്തു വന്ന ഒരു പോസ്റ്റ്, ഒരു FB പോസ്റ്റുണ്ട്. അത് സുനിൽകുമാർ മോഹനൻ നായർ എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ ഒരു BJP കൗൺസിലറിൻ്റെ ജീവിത പങ്കാളി പ്രസിദ്ധീകരിച്ചതാണ്. ഇതേക്കുറിച്ച് അദ്ദേഹം പറയുന്നു, വായ്പ എടുത്ത് വർഷങ്ങളോളം തിരിച്ചടയ്ക്കാതെ അനിച്ചേട്ടൻ്റെ ഭൗതിക ശരീരത്തിന് മുന്നിൽ വന്നു നിന്ന് കരയാൻ ഉളുപ്പില്ലാത്തവരും അവിടെ ഉണ്ടായിരുന്നു മരണ രംഗത്ത് എന്നത് വേദനാജനകമാണ്. കാശിനു വേണ്ടി ആ മനുഷ്യനെ മരണത്തിലേക്ക് തള്ളിവിട്ടവരെ ഇനിയെങ്കിലും പാർട്ടിയും സംഘവും തിരിച്ചറിയുക. സംഘം നമുക്കറിയാം, RSSനെ ഉദ്ദേശിച്ചും സംഘകുടുംബത്തെ ഉദ്ദേശിച്ചും സംഘബന്ധുക്കൾ പറയുന്ന ടേമാണ്. മാത്രമല്ല അദ്ദേഹം പറയുന്നു, സംഘം എന്നുദ്ദേശിച്ചത് കേരളത്തിലെ സംഘത്തിനെയാണ്. നാഗ്പൂർ കാര്യാലയവും വിദ്യാഭ്യാസത്തിൽ പിന്നോക്കം നിൽക്കുന്ന വടക്കരായ സംഘികളും ഭേദമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. എന്താണ് സംഭവിച്ചത്? കാശിനു വേണ്ടി ആ മനുഷ്യനെ മരണത്തിലേക്ക് തള്ളിവിട്ടു. അത് മറ്റൊരു കൗൺസിലറെ ഉദ്ദേശിച്ചാണ്. ലക്ഷങ്ങൾ അവിടെ നിന്ന് ലോൺ എടുത്ത് ഒരു പൈസ പോലും അയക്കാതിരുന്ന ഒരു വ്യക്തിയെ തന്നെ ഉദ്ദേശിച്ചാണ് എന്ന് പറയുന്നവരുണ്ട്. അവരുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷിൻ്റെ അനുയായികളാണ് ഇത്തരത്തിൽ ചെയ്തവർ മുഴുവൻ എന്ന ആരോപണം BJPക്കിടയിലുണ്ട്. എസ് സുരേഷിൻ്റെ ഇഷ്ടക്കാരാണ് എന്നതുകൊണ്ടാണ്, സംസ്ഥാന നേതാവായ എസ് സുരേഷിൻ്റെ ഇഷ്ടക്കാരാണ് എന്നതുകൊണ്ടാണ് BJP നേതൃത്വം ഈ മനുഷ്യന്
അനുകൂലമായി പ്രതികരിക്കാത്തത് എന്ന വിമർശനം അവർക്കിടയിലുണ്ട്. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം ചേർന്ന IT മേഖലയിലെ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുത്ത് ചേർന്ന ആ യോഗത്തിൽ തീരുമാനിച്ചത് 130 IT അവരുടെ സൈറ്റുകളിൽ നിന്ന് ഇതിൽ ഈ മരിച്ചുപോയ അനിലിനെതിരായും അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള വികാരത്തെ തണുപ്പിക്കാനും വേണ്ടി പ്രചാരണം നടത്തണം എന്ന് തീരുമാനിച്ചിരിക്കുന്നു എന്നൊക്കെ വാർത്തകൾ ഇവിടെ പരക്കുകയാണ്. ഇവിടുത്തെ പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഷിജു ഖാന് എന്താണ് കൂട്ടിച്ചേർക്കാനാവുക, നമ്മുടെ പ്രേക്ഷകരോട് പറയാൻ കഴിയുക? ഷിജു. ഇവിടെ തിരുവനന്തപുരത്ത് ഇപ്പോൾ ഒരു 2-3 സംഭവങ്ങൾ ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുകയാണ്. കാരണം ശ്രീ തിരുമല അനിലിൻ്റെ മരണത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് മറ്റ് ചില കാര്യങ്ങൾ കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടി വരും. അതിലൊന്ന്, വെങ്ങാനൂർ കോപ്പറേറ്റീവ് റൂറൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയിൽ ഒരു വലിയ അഴിമതി നടക്കുകയും അതിൻ്റെ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് എന്നിവർ അറസ്റ്റിലാവുകയും ചെയ്തത് ഒരല്പ ദിവസങ്ങൾക്ക് മുമ്പാണ്. BJPയുടെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൂടി പിന്നെ ഇതിലെ വൈസ് പ്രസിഡൻ്റാണ്. അതോടൊപ്പം BJPയുടെ നേതാവ് വെങ്ങാനൂർ സതീഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കേസിലെ പ്രതിയാണ്. നേതാക്കൾ ചേർന്ന് 1,33,00,000 രൂപ തട്ടിപ്പ് നടത്തിയതായിട്ടുള്ള സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഉണ്ടായത്. അതോടൊപ്പം ഞങ്ങളുടെ നാട്ടിലെ തന്നെ ഈ മുണ്ടേല രാജീവ് ഗാന്ധി കോപ്പറേറ്റീവ് സൊസൈറ്റി കോൺഗ്രസ് നയിക്കുന്ന ഒരു സൊസൈറ്റിയാണ്. ആ സൊസൈറ്റിയിൽ പിന്നെ നിക്ഷേപം നടത്തിയിട്ടുള്ള 1.5 കോടിയിലധികം രൂപ നിക്ഷേപം നടത്തിയിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതാവും അതിൻ്റെ സജീവ പ്രവർത്തകനും മനോരമ പത്രത്തിൻ്റെ ലേഖകനുമായിരുന്ന ശശിയണ്ണൻ, ഞങ്ങൾ മനോരമ ശശി എന്ന് ഇവിടെ ബഹുമാനത്തോടുകൂടി വിളിക്കുന്ന, ഞങ്ങളൊക്കെ കുറെ കൂടി സ്വാതന്ത്ര്യത്തോടെ ശശിയണ്ണൻ എന്ന് വിളിക്കുന്ന അദ്ദേഹം ആ പണം അവിടെ നിക്ഷേപിക്കുകയും തിരിച്ചു കിട്ടാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അദ്ദേഹവും ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം വന്നു. ആ സൊസൈറ്റിയുടെ തന്നെ പ്രസിഡന്റ് അല്പകാലം മുമ്പ് പിന്നെ ആത്മഹത്യ ചെയ്ത വാർത്തയും നാം കേൾക്കുകയുണ്ടായി. അപ്പോൾ പലയിടങ്ങളിലും BJP നയിക്കുന്ന, കോൺഗ്രസ് നയിക്കുന്ന സൊസൈറ്റികളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഗുരുതരമായ ക്രമക്കേടുകൾ ഇപ്പോൾ പൊതുജന സമക്ഷം വരികയാണ്. ഈ ശ്രീ തിരുമല അനിലിൻ്റെ കാര്യത്തിൽ ഇവിടെ ലാൽകുമാർ പറഞ്ഞതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ ചില കാര്യങ്ങൾ കൂടി എനിക്ക് പറയാനുണ്ട്. അദ്ദേഹം അതിൻ്റെ ലീഗാലിറ്റിയും ഇല്ലീഗാലിറ്റിയെയും കുറിച്ച് ആണ് ഇവിടെ പറഞ്ഞത്. ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നത്, ഇങ്ങനെ ഒരു മരണം നടന്ന് ആ മൃതശരീരം അന്തിമമായ സംസ്കാരം നടക്കുന്നതിന് മുമ്പ് തന്നെ ഈ വിഷയത്തിൽ വല്ലാതെ പിന്നെ ടെൻഷൻ അടിച്ച് പ്രകോപിതരായി പ്രതികരണം നടത്തിയത് ആരൊക്കെയാണ്? അത് BJPയുടെ നേതാവ് ശ്രീ കരമന ജയൻ, ഇവിടുത്തെ പ്രസിഡന്റാണ്. അദ്ദേഹത്തിൻ്റെ രാത്രി പത്രസമ്മേളനം നടത്തുന്നു. ഈ മരണത്തിന് പിന്നിൽ പിന്നെ പോലീസിൻ്റെയും CPIMൻ്റെയും ഒക്കെ തലയിൽ ഇത് ചാരുന്നതിനു വേണ്ടിയുള്ള വലിയ പിന്നെ പ്രതികരണം അദ്ദേഹം നടത്തുന്ന സാഹചര്യം ഉണ്ടായി. അവരുടെ ചില പ്രധാനപ്പെട്ട ആളുകൾ ഈ നിലയിലേക്ക് പ്രതികരണം നടത്തുന്നു. ഞങ്ങളിവിടെ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം, ഈ മരണത്തിനുമേൽ ഞങ്ങളൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടില്ല. ഞങ്ങളുടെ പാർട്ടിയോ ഇടതുപക്ഷമോ ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തിൽ ഒരു രാഷ്ട്രീയ മുതലെടുപ്പും നടത്തിയിട്ടില്ല, ഞങ്ങൾ നടത്തുകയുമില്ല. ബന്ധപ്പെട്ട് പുറത്തു വന്ന വിവരങ്ങളും അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പ്, ആ ആത്മഹത്യാക്കുറിപ്പ് അദ്ദേഹം എഴുതിയ ആത്മഹത്യാക്കുറിപ്പിൽ എന്തു പറയുന്നു? അദ്ദേഹം പിന്നെ നമ്മുടെ ആളുകൾക്ക് പിന്നെ ഈ പണം വായ്പ കൊടുത്തതിനെ കുറിച്ച് പറയും. നമ്മുടെ ആളുകൾ എന്ന് പറഞ്ഞ് BJPയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള, അവരുടെ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയും വാർഡ് കൗൺസിലറുമായിട്ടുള്ള ആളുടെ പ്രതികരണം, അതല്ലേ ആത്മഹത്യാ കുറിപ്പ്? പിന്നെ തിരുമല അനിലിൻ്റെ സഹധർമ്മിണിയുടെ പ്രതികരണം, ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ്റെ, ശ്രീ V മുരളീധരൻ്റെ, BJP നേതാക്കന്മാരുടെ മുന്നിൽ കൊലയ്ക്ക് കൊടുത്തില്ലേ എന്നടക്കമുള്ള പ്രതികരണങ്ങൾ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി നടത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമാണ്, ഇടതുപക്ഷമോ CPIMോ ഇക്കാര്യത്തിൽ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റും നടത്തുന്നില്ല. പുറത്തു വന്ന തെളിവുകൾ, ബന്ധപ്പെട്ട വിവരങ്ങൾ, അങ്ങ് തന്നെ ഒരു കൗൺസിലറുടെ ജീവിത പങ്കാളി നടത്തിയിട്ടുള്ള ഫേസ്ബുക്കിലെ പോസ്റ്റ് അങ്ങ് ഇവിടെ വിശദീകരിച്ചല്ലോ. ഈ പണം അനധികൃതമായും ക്രമക്കേടിന്റെ അടിസ്ഥാനത്തിലും BJPയുടെ നേതാക്കന്മാർ ബിനാമി ഇടപാടിലൂടെയും വൻ തുകകളാണ് അവിടെ നിന്ന് പിന്നെ വെട്ടിച്ചത്. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ചർച്ചയിൽ വരണം. യഥാർത്ഥത്തിൽ ഈ സൊസൈറ്റിയിൽ നിന്ന്
വളരെ പ്രധാനപ്പെട്ട നിർണായകമായ രേഖകൾ ഉൾപ്പെടെ അത് പിന്നെ കടത്തിക്കൊണ്ടുപോകുന്നതിനുള്ള ശ്രമം നടക്കുന്നു. ഈ വിവരവും ഇന്ന് കൈരളി അടക്കമുള്ള വിവിധ മാധ്യമങ്ങളിലൂടെ ലോകം അറിയുകയാണ്. എന്തുകൊണ്ട് രേഖകൾ ഇപ്രകാരം പ്രധാനപ്പെട്ട രേഖകളെ ഭയക്കുന്നു, BJPയുടെ നേതൃത്വം ഭയക്കുന്നു എന്ന് ചോദിച്ചാൽ, തിരുവനന്തപുരത്തും കോർപ്പറേഷനിലും സാധാരണക്കാരായ BJPക്കാരുണ്ട്. ശ്രീ തിരുമല അനിലിനെ ഉൾപ്പെടെ അങ്ങേയറ്റം സ്നേഹിക്കുകയും വിശ്വാസമർപ്പിക്കുകയും ചെയ്ത BJPയുടെ സാധാരണ പ്രവർത്തകർ, അവരുടെ താഴെത്തട്ടിലുള്ള പ്രവർത്തകർ വിരൽ ചൂണ്ടുന്നത് BJPയുടെ പ്രമുഖ നേതാക്കന്മാർക്ക് നേരെയാണ്. അതുകൊണ്ടാണ് അനുശോചന യോഗത്തിൽ ആൾക്കൂട്ടമില്ലാതെ പോകുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP കഴിഞ്ഞ വർഷമടക്കം പിടിച്ചെടുക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കഴിഞ്ഞ കോർപ്പറേഷൻ ഇലക്ഷനെ അടക്കം അഭിമുഖീകരിച്ച BJPയുടെ പ്രമുഖ നേതാക്കന്മാർ ഉൾപ്പെടെ താമസിക്കുന്ന ഈ കോർപ്പറേഷൻ പരിധിയിൽ BJPയുടെ ഒരു നേതാവിന്റെ മരണത്തിന്റെ അനുശോചന യോഗത്തിൽ ആളില്ലാതെ പോകുന്നുണ്ടെങ്കിൽ BJP നേതാക്കന്മാർക്ക് നേരെ അവരുടെ പ്രവർത്തകർ വിരൽ ചൂണ്ടുകയാണ്. ഞാൻ ഇന്നലെ ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ BJPയുടെ സഹയാത്രികൻ ഷാബു പ്രസാദ്, കാരണം ഒരു നേതാവിനും പ്രതികരണമില്ല, ഒഫീഷ്യൽ സ്പോക്ക് പേഴ്സൺ ആരും വരുന്നില്ല, എന്തുകൊണ്ടാണ് പിന്നെ വരാത്തത്? ശ്രീ ലാൽകുമാർ, ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന കാര്യം, BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവരുടെ അടുത്തേക്ക് ചെന്ന് പിന്നെ ശ്രീ തിരുമല പിന്നെ അനിൽ തന്റെ പ്രശ്നങ്ങൾ പറയുകയാണ്. എന്തുകൊണ്ടാണ് BJP പ്രസിഡന്റിന്റെ അടുത്തേക്ക് പോകുന്നത്? ഈ ഡയറക്ടർ ബോർഡിലുള്ളവർ, ഇവിടെ നിന്ന് വായ്പ എടുത്തിട്ടുള്ളവർ, ഈ സൊസൈറ്റിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നവരൊക്കെ BJPയുടെ പ്രമുഖരായിട്ടുള്ള ആളുകളാണ്. ഇങ്ങനെ ഒരു സാമ്പത്തിക ഗുരുതരമായ ഒരു ക്രമക്കേട് ഒരു സ്ഥാപനത്തിൽ നടക്കുകയും അതിന്റെ മുഴുവൻ ഭാരവും ശ്രീ തിരുമല അനിൽ ചുമക്കേണ്ടി വരികയും ചെയ്യുന്നു എന്നുള്ളത് വളരെ ഭീതിതമായ, അങ്ങേയറ്റം ആത്മാഭിമാനവും അന്തസ്സുമുള്ള ഒരു മനുഷ്യന് സഹിക്കാവുന്നതിനും അപ്പുറം. അപ്പൊ BJP തങ്ങളുടെ പ്രവർത്തകന്മാരും നേതാക്കന്മാരും ഇങ്ങനെ തട്ടിപ്പ് നടത്തി, ക്രമക്കേട് നടത്തി, സംഭവത്തെ സംബന്ധിച്ച് ഒന്നും പരിശോധിച്ചില്ല. ദീർഘനാളുകൾക്ക് മുമ്പ് തന്നെ BJP നേതാക്കന്മാരുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയിട്ടും അവരൊന്നും ചെയ്തില്ല. ശ്രീ NPC, ഇവിടെയാണ് ശ്രീ തിരുമല അനിലിന്റെ മരണം, അദ്ദേഹം തന്റെ മരണം 10,000 രൂപ സംസ്കാര കർമ്മത്തിനുള്ള പണം കയ്യിൽ വെച്ച് മരിച്ചു പോകുന്ന ഒരു മനുഷ്യൻ ഇത് ലോകത്തിന്റെ മുന്നിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. ഞാൻ ആ മരണത്തെ നിർഭാഗ്യകരമെന്ന് പറയുമ്പോൾ, ആ മരണം വേദനാജനകമാണെന്ന് പറയുമ്പോൾ, ഒരു മനുഷ്യൻ തന്റെ മരണത്തിലൂടെ ലോകത്തിന്റെ മുന്നിൽ പറയുന്നു, താൻ തെറ്റുകാരനല്ല, താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, താൻ ഒരു രൂപയും ആരിൽ നിന്ന് അപഹരിച്ചിട്ടില്ല. തന്റെ പ്രസ്ഥാനത്തിന്റെ ആളുകൾ, അതിന്റെ നേതാക്കന്മാർ ഈ പ്രകാരം ഒരു ഗുരുതരമായ ക്രമക്കേട് നടത്തിയിട്ട് തന്നെ ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും തന്റെ മേൽ ചാരാൻ ശ്രമിക്കുന്നു. ആ മനുഷ്യൻ സഹിച്ചില്ല. പിന്നെ ഒരു പരാതി പോലീസിലേക്ക് പോയി എന്ന് കണ്ടല്ലോ. യഥാർത്ഥത്തിൽ ഇവിടുത്തെ ലോ ആൻഡ് ഓർഡറിനെ, ഇവിടുത്തെ നിയമവ്യവസ്ഥയെ ശ്രീ തിരുമല അനിൽ മരിക്കുന്നതിനു മുമ്പ് ആ നിയമ സംവിധാനത്തിന്റെ മുന്നിലേക്ക് ഈ പ്രശ്നത്തെ കൊണ്ടുവരാൻ ശ്രമിച്ചതാണോ? ഞാൻ ആ വാർത്തകൾ മുഴുവൻ സമഗ്രമായി എൻ്റെ ശ്രദ്ധയിലില്ല, അല്ലെങ്കിൽ എൻ്റെ മുന്നിൽ രേഖകളില്ല. പക്ഷേ എൻ്റെ സംശയം അതാണ്, ഈ നിയമവ്യവസ്ഥയ്ക്ക് മുന്നിലേക്ക് കൊണ്ടുവന്ന് ആരൊക്കെയാണ് കുറ്റവാളികൾ, ആരൊക്കെയാണ് ക്രമക്കേട് നടത്തിയവർ, ആരാണ് ബിനാമി ഇടപാട് നടത്തിയവർ, പൊതുസമക്ഷം ഈ സത്യം പുറത്തു വരണമെന്ന് തിരുമല അനിൽ ആഗ്രഹിച്ചിട്ടുണ്ടാകുമോ എന്ന് ഞാൻ ഈ അവസരത്തിൽ അങ്ങനെ തന്നെയാണ് ഷിജു ഖാൻ കരുതാവുന്നത്. കാരണം ആ വത്സല പറഞ്ഞത് ഇതാണ്, ഞാൻ പരാതി പറയാൻ പലതവണ ചെന്നപ്പോൾ അവസാനം അദ്ദേഹം എന്നോട് പോലീസിൽ പോകാൻ പറഞ്ഞു. കൂടെ ഉണ്ടായിരുന്ന BJPയുടെ നേതാവായ ഗിരികുമാർ പറഞ്ഞു, പോലീസിലേക്ക് പോയാൽ പ്രശ്നമല്ലേ എന്ന് ചോദിച്ചു. നിങ്ങൾ പോകണം എന്ന് പറഞ്ഞു. അവരുടെ കയ്യിൽ പണം ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കാതെ ഓട്ടോറിക്ഷ വിളിച്ചു. ഓട്ടോറിക്ഷയ്ക്ക് കാശ് കൊടുക്കാൻ തയ്യാറായി. അവരത് വാങ്ങാൻ തയ്യാറാവാതിരുന്നപ്പോൾ ഓട്ടോറിക്ഷക്കാരന് പൈസ കൊടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാൻ പറഞ്ഞു. അവർക്ക് വെള്ളം മേടിച്ചു കൊടുത്തു. അത്ര കരുതൽ കാണിച്ചു. അങ്ങനെ അത് പോലീസിലേക്ക് എത്തി. പോലീസിൽ നിന്ന് ബന്ധപ്പെട്ട ആളുകളെ വിളിച്ചപ്പോൾ ഇദ്ദേഹത്തെ അനിച്ചേട്ട എന്ന് വിളിച്ചൊരു പോലീസുകാരൻ സംബോധന ചെയ്തു എന്നാണ് വത്സല പറഞ്ഞത്. അദ്ദേഹത്തിന് മേൽ സമ്മർദ്ദമല്ല ഉണ്ടായത്, ഇത് പെട്ടെന്ന് തീർക്കണം, അങ്ങനെ ഒരു ധാരണയിൽ നിങ്ങൾ എത്തൂ എന്നൊരു സമീപനമാണ് പോലീസ് എടുത്തത്. അദ്ദേഹം പോലീസിനെ തേടി ചെന്നതാണെങ്കിൽ അങ്ങനെ പോലീസിൽ നിന്ന് അങ്ങനെ ഒരു പെരുമാറ്റം കൂടി ഏറ്റുവാങ്ങിയിട്ടാണ് അദ്ദേഹം ഈ പ്രശ്നത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞ് പരിഹാരമില്ലാതായപ്പോൾ ഏതോ ഒരു നിമിഷത്തിൽ അദ്ദേഹം ഇങ്ങനെ ചെയ്തതാണ്. 3 പേരും ഒരു 1.5 മിനിറ്റ് കൊണ്ട് അവരുടെ
വിരാമവാക്യങ്ങൾ പറഞ്ഞ് ഈ ചർച്ച അവസാനിപ്പിക്കാം എന്നാണ് തോന്നുന്നത്. ഞാൻ ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. രാജേന്ദ്രൻ പന്തളം, താങ്കൾ എന്തു പറയുന്നു? ശ്രീ NBC, ഈ ചർച്ച വലിയ രാഷ്ട്രീയ അതിപ്രസരമില്ലാത്ത മരണം വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിന് അർപ്പിക്കാവുന്ന ഏറ്റവും വലിയൊരു ആദരാഞ്ജലി തന്നെയാണ് ഈ ചർച്ച. ഒരു എഴുത്തുകാരനായ താങ്കളുടെ ആ സംവേദനശീലം തന്നെയാണ് ഇതിനെ ആ ശരിയായ പാതയിലൂടെ നയിച്ചതെന്ന് ഞാൻ കരുതുന്നു. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി എനിക്ക് ചേർത്ത് പറയാനുണ്ട്. ഞാനും ഒരു സഹകരണ സംഘത്തിലെ അംഗമാണ്, പേരൂർക്കട സഹകരണ സംഘം. പേരൂർക്കട സദാശിവൻ അവിടെ ഉണ്ടായിരുന്ന സമയത്താണ് എനിക്ക് മെമ്പർഷിപ്പ് നൽകിയത്. എനിക്ക് മെമ്പർഷിപ്പ് നൽകാൻ ചേർന്നത് ബോർഡ് യോഗമാണ്. ഡയറക്ടർ ബോർഡ് യോഗം ചേർന്നാണ് എനിക്ക് മെമ്പർഷിപ്പ് നൽകിയത്. അത്ര ഉത്തരവാദിത്തമുള്ള ഒരു സ്ഥാപനമാണ്. അതിന്റെ ഒരു സ്പിരിറ്റോടും സുതാര്യതയോടും കൂടി പോയാൽ ഈ കേരളത്തിലെ ജനങ്ങൾക്കാണ് ഇതിന്റെ പ്രയോജനം. അല്ലാതെ ഇവിടെ കരുവന്നൂരായാലും ശരി, തിരുമലയായാലും ശരി, ബിനോമി ആയാലും ശരി, അല്ലെങ്കിലും ശരി, നിക്ഷേപകർ ഈ പണം കൊണ്ട് തിരിച്ചടയ്ക്കാതെ മുങ്ങുന്നത് ശരിയായ പ്രവണതയല്ല. അത് ഈ സഹകരണ സംഘത്തെ ആശ്രയിക്കുന്ന പാവങ്ങളെയാണ് ബാധിക്കുന്നതെന്ന് പല ആത്മഹത്യകളിലൂടെയും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. എന്ന് പറഞ്ഞത് ED ഇതിൽ ഇടപെടണം. ED ഇതിൽ ഇടപെട്ടുകൊണ്ട് നിക്ഷേപം അനധികൃതമായിട്ട് കയ്യിൽ വെച്ചിരിക്കുന്ന ആൾക്കാരിൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് ഇവിടെ പണം ആവശ്യപ്പെടുന്ന നിക്ഷേപകർക്ക് അത് നൽകാൻ തയ്യാറാവണം. അങ്ങനെ 100 കോടി രൂപ കരുവന്നൂരിൽ ED പിടിച്ചു വച്ചിട്ടുണ്ട്. സാങ്കേതികമായ കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് അതിൽ ഇടപെടാത്തത്. സ്റ്റേറ്റ് ഗവൺമെന്റിനല്ലാതെ EDക്ക് നേരിട്ട് അത് കൊടുക്കാനും പറ്റിയില്ല. അത്തരം ഒരു ഇടപെടൽ തന്നെ ഇവിടെ ഉണ്ടാവണം. തെറ്റുകാർ ശിക്ഷിക്കപ്പെടുകയും വേണം എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ സഹകരണ ബാങ്കുകൾക്ക് ഗുണ്ടകളെ വരാം. അങ്ങനെ ഇടപെടുന്ന ഒരു ED അല്ല എന്നാണ് നമുക്ക് മുമ്പിലുള്ള ദിവസങ്ങൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ അങ്ങനെയാണ് നടക്കേണ്ടത്. ലാൽകുമാർ, താങ്കൾ എന്തു പറയും? അല്ല, ഞാൻ ആദ്യം ഇവിടെ ഒരു പ്രശ്നം, നിർഭൻ പറഞ്ഞതിനകത്ത് എനിക്ക് തിരുമല അനിലുമായിട്ട് വ്യക്തിപരമായ പരിചയം ഉണ്ട് എന്ന് പ്രേക്ഷകർ ചിലപ്പോൾ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. എനിക്ക് അദ്ദേഹത്തെ അറിയില്ല. ഈ ചർച്ചയിൽ ഞാൻ ചില കാര്യങ്ങൾ അദ്ദേഹത്തെ നെഗറ്റീവാക്കി പറഞ്ഞെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പോസിറ്റീവ് എനിക്കറിയാമായിരുന്നെങ്കിൽ, വ്യക്തിപരമായ പരിചയം ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായും അത് പറഞ്ഞുകൊണ്ടേ ഞാൻ തുടങ്ങുകയുള്ളായിരുന്നു. കാര്യം അത് നമ്മളൊരു ഡിപ്പാർട്ടഡ് സോളിനോട് കാണിക്കേണ്ട ഒരു മര്യാദയാണ്. എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായി അറിയില്ല. എൻ്റെ തിരുവനന്തപുരത്തുള്ള ബന്ധവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം നിർഭൻ അങ്ങനൊരു കാര്യത്തിലേക്ക് പോയത്. ഇവിടെ പിന്നെ ഒരു ഇത് വന്നത്, ഞാൻ പറഞ്ഞതിനെ ഏതെങ്കിലും രീതിയിൽ നെഗേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഷിജു ഖാൻ പറഞ്ഞതെന്നും എനിക്ക് തോന്നുന്നില്ല. കാര്യം ഞാൻ പറഞ്ഞത് വേറൊരു ലൈനിലാണ് പറഞ്ഞത്. അതിനകത്ത് തിരുമല അനിൽ എന്ന് പറയുന്ന വ്യക്തിക്കും ഇതിനകത്തൊരു റോളുണ്ട്. ആ റോൾ അദ്ദേഹത്തെ കൊണ്ട് വഹിപ്പിച്ചത് ഈ പറയുന്ന BJP ഇക്കോസിസ്റ്റം ആണെന്ന് തന്നെയാണ് എൻ്റെ വാദം. അതിനകത്ത് എനിക്ക് സംശയമില്ല. പക്ഷേ നമ്മളൊരു പോസ്റ്റ് ഓക്യുപ്പൈ ചെയ്യുമ്പം അതിനകത്തെ ആ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് അദ്ദേഹത്തിന് പുറത്തു പോകാൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹം നമ്മൾ വിട്ടുപോയി. അദ്ദേഹം പരാതിപ്പെടാൻ ആൾക്കാരോട് പറഞ്ഞു. അദ്ദേഹം ഈ പറയുന്ന രീതിയിൽ ശിക്ഷ ഏറ്റുവാങ്ങാൻ തന്നെ തയ്യാറായിട്ടാണ് അത് ചെയ്തതെന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമില്ല. പക്ഷേ അതുകൊണ്ട് ആ തെറ്റ് എന്ന് പറയുന്ന സാധനം ഒഴിഞ്ഞു പോകുന്നില്ല. ഇതൊരു സമഗ്ര അന്വേഷണം നടത്തി ആരൊക്കെ എങ്ങനെയൊക്കെ പറ്റിച്ചു എന്ന് വ്യക്തമായി അറിഞ്ഞേ പറ്റൂ. കാര്യം ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് പൈസ കിട്ടണ്ടേ? അപ്പം അവിടെ ഒരു വലിയ ചീറ്റിംഗ് നടന്നിട്ടുണ്ട്, വലിയൊരു മിസ്അപ്രോപ്രിയേഷൻ നടന്നിട്ടുണ്ട്. അതിൻ്റെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ്റെ റിസൾട്ട് തന്നെയാണ്. കാര്യം ഇപ്പം അദ്ദേഹത്തിൽ നിന്ന് പൈസ വരാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള ആൾക്കാരൊക്കെ എങ്ങനെയൊക്കെ കൊണ്ടുപോയി എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരാൻ പോകുന്ന ഇൻവെസ്റ്റിഗേഷന് വരും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ലാല, ആ പറഞ്ഞതിൽ തന്നെ ഉണ്ട് വസ്തുത. അദ്ദേഹം തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ വില കൊടുത്തുകൊണ്ട് അദ്ദേഹം നമ്മളിൽ നിന്നും മറഞ്ഞു പോയിരിക്കുന്നു. ഒപ്പം തന്നെ അവർക്ക് നീതി കിട്ടണം എന്ന്, അവിടെ പണം നിക്ഷേപിച്ചവർക്ക് നീതി കിട്ടണം എന്ന നിലപാട് അദ്ദേഹത്തിനും ഉണ്ടായിരുന്നിരിക്കണം. അതിനൊക്കെ ആയിരിക്കണം അദ്ദേഹം അന്ത്യ ദിവസങ്ങളിൽ ഓടിപ്പാഞ്ഞ് നടന്നിരുന്നത്, പരാജയപ്പെട്ടത്, ജീവനൊടുക്കിയത്, അല്ലെങ്കിൽ പ്രതിഷേധ മരണം, അല്ലെങ്കിൽ സങ്കടകരമായൊരു മരണം വരിച്ചത് എന്ന് നമുക്ക് കരുതാം. ഷിജു ഖാൻ, അവസാനിപ്പിക്കാൻ വേണ്ടി താങ്കളിലേക്ക്. ഞാൻ ഇതിൽ നമ്മുടെ സഹകരണ മേഖലയും സഹകരണ സംഘങ്ങളും പിന്നെ മുഴുവൻ ക്രമക്കേടിൻ്റെയും അഴിമതിയുടെയും കേന്ദ്രമാണെന്നൊന്നും നമുക്ക് പറഞ്ഞു വയ്ക്കാൻ സാധിക്കില്ല. നേരത്തെ ചില സംഭവങ്ങൾ ഉണ്ടായപ്പോൾ കേരളത്തിൽ BJPയും കോൺഗ്രസുമൊക്കെ വലിയ പ്രചരണം നടത്തിയത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPIMനെയും ഒക്കെ പിന്നെ ക്രൂരമായി ആക്രമിക്കാനുള്ള സന്ദർഭമായിട്ടാണ് ഇത്തരം കാര്യങ്ങളെ ഉപയോഗിച്ചത്. ഇവിടെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ സഹകരണ വകുപ്പ് വളരെ ശക്തമാണ്. കേരളത്തിൽ
പ്രത്യേകിച്ചും സഹകരണ വകുപ്പും അതിൻ്റെ വിജിലൻസ് മോണിറ്ററിംഗ് സംവിധാനങ്ങളും വളരെ ശക്തമാണ്. അതുകൊണ്ടാണ് പല സ്ഥലങ്ങളിലെയും ഇത്തരം സംഭവങ്ങൾ കൃത്യമായും വെളിപ്പെടുന്നത്, കൃത്യമായും അതിൻ്റെ പരിശോധനകളുടെ ഫലം വരുന്നത്, റിപ്പോർട്ടുകൾ വരുന്നത്, നിക്ഷേപകർക്ക് പണം തിരിച്ചു കൊടുക്കാൻ ആവശ്യമായ മെക്കാനിസം പിന്നെ നാം സ്വീകരിക്കുന്നത്, പിന്നെ പല സംഭവങ്ങളും അതിൻ്റെ ഉദാഹരണങ്ങൾ സഹിതം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അത്തരത്തിൽ നല്ല പിന്നെ മോണിറ്ററിംഗ് സംവിധാനം കേരളത്തിലുണ്ട് എന്നുള്ളത് നാം കാണേണ്ടതുണ്ട്. രണ്ടാമത്തെ വിഷയം ഞാൻ നേരത്തെ പിന്നെ ശ്രീ ലാൽകുമാറിൻ്റെ ഒരു അഭിപ്രായത്തോടെ എക്സ്റ്റെൻഡ് ചെയ്ത് ചേർത്തത്, നമ്മളൊരു വ്യക്തിയെ ഒരു സാധാരണ മനുഷ്യൻ, പ്രത്യേകിച്ച് രാഷ്ട്രീയ ബന്ധങ്ങളൊന്നുമില്ലാത്ത ഒരു സൊസൈറ്റിയിൽ പിന്നെ പ്രവർത്തിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ്റെ അവസ്ഥകളിലൂടെ അല്ല BJPയുടെ നേതാവും അതിൻ്റെ പിന്നെ കമ്മിറ്റിയുടെ സെക്രട്ടറിയും അതിൻ്റെ കൗൺസിലറും ഒക്കെ ആയിട്ടുള്ള തിരുമല അനിൽ വലിയ സമ്മർദ്ദങ്ങൾക്ക്, പ്രത്യേകിച്ചും BJPയുടെ നേതാക്കന്മാർ, അതിൻ്റെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഇലക്ഷൻ്റെ മറ്റ് സാഹചര്യങ്ങളിലൊക്കെ അദ്ദേഹം തീർച്ചയായിട്ടും അത്തരം വലിയ സമ്മർദ്ദങ്ങളിൽ അദ്ദേഹത്തെ പോലൊരു ആൾ അകപ്പെട്ടിരിക്കാം. അതോടൊപ്പം BJPയുടെ നേതാക്കന്മാരുടെ റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിൽ വലിയ വായ്പകൾ കൊടുക്കാൻ നിർബന്ധിതമായേക്കാം. അത് അദ്ദേഹം എന്ന് പറയുന്ന ഒരാൾ കടന്നുപോയിട്ടുള്ള അവസ്ഥ വളരെ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു അവസ്ഥയും സാഹചര്യവും ഉണ്ട്. അതെന്തുകൊണ്ടാണ് BJPയുടെ ഒരാൾ അങ്ങനെ പോകുന്നത്? ഒരു പ്രശ്നം വരുമ്പോൾ തിരിച്ച് നിയമപരവും അതോടൊപ്പം സാമ്പത്തികവുമായി പിന്നെ താൻ ഉൾപ്പെടുന്ന ഒരു സ്ഥാപനത്തെ ആ പാർട്ടി ഏതെങ്കിലും അർത്ഥത്തിൽ പ്രൊട്ടക്ട് ചെയ്യും. ഞാൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ബാധ്യതയിൽ നിന്ന് കരകയറ്റാൻ, ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റാൻ സ്വാഭാവികമായും ഉണ്ടാകുമെന്ന് വിശ്വസിച്ചിട്ടുണ്ടാകും. പക്ഷേ കൈവിടുന്നു, പൂർണ്ണമായും ചതിക്കുന്നു. തിരുമല അനിലിനെ കബളിപ്പിച്ച് ചതിച്ച് അദ്ദേഹം മരണത്തെ ഓപ്റ്റ് ചെയ്യേണ്ടി വരികയാണ് ശ്രീലാൽ. അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. വ്യക്തിയുടെ ഒരു പ്രതിസന്ധിയുടെ മനോവ്യാപാരമല്ല, അതല്ല നമ്മൾ കാണേണ്ടത്. ഒരു പ്രസ്ഥാനം മരണത്തിലേക്ക് തള്ളിവിട്ടു. അതാണ് BJP ഇവിടെ മറുപടി പറയേണ്ട പ്രശ്നം. തീർച്ചയായും 3 പേരും വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണകോണുകളും വാദഗതികളും അവലംബിച്ചുകൊണ്ടാണെങ്കിലും ഈ പ്രശ്നത്തിന് വളരെ വളരെ മര്യാദയുള്ള ഒരു ചർച്ച, വളരെ കാതലുള്ളൊരു ചർച്ച കാഴ്ചവെക്കാൻ സഹായിച്ചു. 3 പേരോടും ഞാൻ നന്ദി പറയുകയാണ്. നമ്മുടെ സമയം അവസാനിക്കുകയാണ്. ഈ മരിച്ചുപോയ ഈ സുഹൃത്തിന് നീതി കിട്ടട്ടെ, അദ്ദേഹത്തിന് മാനം കിട്ടട്ടെ, അവിടെ ആരെങ്കിലുമൊക്കെ ഇരകളുണ്ടെങ്കിൽ അവർക്കും നീതി കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്.